ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തരുവാനിടയായി തീർന്നല്ലോ. ഞങ്ങളെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോഷോ ജോൺ പാസ്റ്റർ അവറുകൾ, ബിജു ലഹനച്ചാൻ കുടുംബം, മറ്റ് ടൈറ്റസ് ബ്രദർ, ടോബി അച്ചാൻ, മറ്റ് ദേവദാസന്മാർ, വർഗീസ് ബി പാസ്റ്റർ ഇതിനകത്തുണ്ട്, ദേവദാസന കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ കണ്ണുകളും അല്പസമയം ഒന്നടച്ച് ധ്യാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദിയോടെ അന്ത്യത്തോളം നമ്മളെ ചിറകടിയിൽ മറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു കർത്താവ്, എല്ലാ ആപത്തിലും രോഗത്തിലും നമ്മുടെ കൂടിയിരിക്കുന്ന ഒരു കർത്താവ്, ഒരു നാൾ നമ്മളെ കൈവിടാതെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തെ നന്ദിയോടെ നമുക്ക് ധ്യാനത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും യേശുവാണെനിക്കഭയം. ചേർന്നപാടാം. സാധു എന്നെ കൈവിടാതെ നന്ദിയോടെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ അനുഭവിച്ചറിഞ്ഞ് പറഞ്ഞാൽ നന്ദിയോടെ പാടാമോ? നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീര് താഴ്വരയിൽ കരയും വേളകളിൽ ചെറുപടാ. കണ്ണുനീര് താഴ്വരയിൽ കരയും വേളകളിൽ കൈവിടില്ലേ കർത്തനെന്നെ, കൈവിടില്ലേ കർത്തനെന്നെ. കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നന്ദിയോടെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ അപ്പാ. നാഥനെന്നും നടത്തിയിടുന്നു. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെന്റെ ചാരയുണ്ട്, നേരമെന്റെ ചാരയുണ്ട്. നാഥനെന്നും വല്ലഭനാ. സാധു എന്നെ കൈ
കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് പാടാമോ? നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു എന്ന് നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ പലരും നമ്മളെ കൈവിട്ടില്ലേ? എൻ്റെ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞവർ മാറിപ്പോയില്ലേ? രാത്രി ഈ പ്രാതയാമത്തിൽ അല്പസമയം നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദിയോടെ വരികളെന്ന് പാടാമോ? സാധു എന്നെ കൈവിടാതെ യേശു എന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ യേശു എന്നും നടത്തിയിടുന്നു യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. ചേർന്ന് പാടാം. യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിടും അവനധികം. ചേർന്ന് പാടാം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിടും അവനധികം. കൃപയാരുളിടുമേ ബലവാണിക്കുമേ കൃപയാരുളിടുമേ ബലവാണിക്കുമേ മാറ്റിടുമേ മാറ്റിടുമേ. കരങ്ങളൊന്ന് ഉയർത്തി. യേശു യേശു വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തി പാടാമോ? യേശു ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ. യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു. ധൈര്യത്തോടെ വിളിച്ച് പറയാം. യേശു യേശു ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു ആരിലും
യേശുവായി മതിയായവൻ. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി പ്രൈസ് ലോർഡ് ക്ഷമിക്കണമേ, ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു യേശു ആരിലും വലിയവൻ? എൻ്റെ പ്രശ്നത്തെ കാട്ടിൽ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെ കാട്ടിൽ, നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്ന ആമേസ്തോത്ര ഈ കഷ്ടതയെ കാട്ടിൽ യേശു വലിയവനാണ്. യേശുവിന് സകലതും ആമേസ്തോത്ര സാധ്യമാണ്. അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് രോഗത്തെ സൗഖ്യമാക്കുവാൻ അവൻ സർവശക്തനാണ്. കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. അവൻ നമ്മളെ വിടിവിപ്പാൻ സർവശക്തനാണ്. അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ദൈവം അവൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന സന്തോഷം. കഴിഞ്ഞ ദിവസം ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുവാനിടയായി തീർന്നു. എന്നാൽ എത്ര പേർക്ക് യേശു കർത്താവ് ഉള്ളിൽ വന്നതിൻ്റെ യഥാർത്ഥ സന്തോഷം അനുഭവിച്ചറിയുവാനിടയാകുന്നുണ്ടോ? ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വന്നതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം എനിക്കുണ്ടാകുവാനിടയായി തീർന്നു. കുറേ പൈസ ഉണ്ടാക്കിയത് കൊണ്ടോ, വലിയ ജോലി ലഭിച്ചത് കൊണ്ടോ, ഒത്തിരി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടോ അല്ല. പകരം യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് എനിക്ക് സന്തോഷം ലഭിക്കുവാനിടയായി തീർന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. എത്ര പേർ ഇന്ന് ഈ സമയത്ത് സന്തോഷത്തോടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനിടയായി തീരും? എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ പാടി സ്തുതിക്കാം. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തന്നൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. ചേർന്ന് പാടാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തന്നൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു വെല്ലുമാശയില്ലാതലഞ്ഞു. ചേർന്ന് പാടാം. പാപരോഗത്താൽ നീ വലഞ്ഞു വെല്ലുമാശയില്ലാതലഞ്ഞു. ഭാരം കേണിടുമ്പോ തിരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. ഭാരം കേണിടുമ്പോ തിരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തന്നൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാത്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാത്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തന്നൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളി പകർന്നു. ചേർന്ന് പാടാം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളി പകർന്നു. പ്രേത
പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുന്നവ സ്നേഹമാതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുന്നവ സ്നേഹമാതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ അരനെ തന്നൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എല്ലാം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എല്ലാം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എല്ലാം തരംഗമേ അനുദിനവും നന്ദിയോടെ തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. യേശു നല്ലവേ അവൻ വല്ലവേ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവേ അവൻ വല്ലവേ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഓ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റി ഇന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റ് ഇന്നും കയറ്റി. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ആമേൻ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. ഓ ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും. ഓരിവ ശേരെ രഗനഗരഗനഗരം തോരിവ ശേരെ ഓരിവ പ്രംഗാരഗനഗരഗനഗരം. തേലക്കരങ്ങൾ തൊട്ടിയാത്മാവിൽ ഓ സകലമായ മഹത്വ കർത്താവിന് കൊടുത്ത് ആരാധിച്ചോണ്ട്. ഓരിവ ബാബാ രഗനഗരഗനഗരം തോരിവ ശേരെ ഈവ പ്രംഗാരഗനഗരഗനഗരം തലനഗരെ. ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചവരെ സർവ്വവല്ലവരെ സർവ്വവ്യാപിയെ ഞങ്ങളെ ആരാധിക്കുന്നപ്പ. ഓരിവ ബാബാ ശകരെ ഓരിവ ബാബാ ബാബാ രഗനഗരഗനഗരം തേലെ. ഓ ഹല്ലേലൂയ. ഓ ശബാ ബാബാ രഗനഗരഗനഗരം തലനഗരിവ ശേരെ ഓരിവ പ്രംഗാരഗനഗരഗനഗരം താരിവ ശേരെ. ഓ ഹല്ലേലൂയ. Show your power, Lord Jesus. Send your power, Lord. Send your healing.
ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താമോ? നന്ദിയോടെ ഉയർത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് പാടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും തുടർന്നുള്ള ശുശ്രൂഷകൾ സ്വർഗ്ഗം അനുഗ്രഹിക്കണം. അഭിഷേകന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദിവസം കുടുംബത്തിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്ന സർവ്വശക്തനായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയെ ആദരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കർത്താവിന്റെ ദാസൻ കുടുംബം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവമക്കളായിരിക്കുന്നു. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോഷുവ ജോൺ അവറുകൾ, ഇതിന്റെ കുടുംബം ദൈവസഭയ്ക്ക് ക്രിസ്തു നാമത്തിൽ വന്ദനം പറയുന്നു. യോജിച്ചിരിക്കുന്ന പാസ്റ്റേഴ്സ് മനോജ് പാസ്റ്റർ, അതുപോലെ തന്നെ ജസ്റ്റിൻ രാജ് പാസ്റ്റർ, മറ്റു ദൈവദാസന്മാർ, പ്രിയപ്പെട്ട സഭാവിശ്വാസികൾ, കുടുംബങ്ങൾ എല്ലാവർക്കും ക്രിസ്തു നാമത്തിന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ ശബ്ദം ധരിച്ച് പതർച്ചയുണ്ട്. ഈ തുടർമാനം മീറ്റിംഗ് 6-7 മീറ്റിങ്ങുകളാണ് ദിവസമുള്ളത്. സൂം മീറ്റിംഗ് ഇപ്പൊ 2 മീറ്റിംഗ് ഇപ്പൊ തന്നെ 2 മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ ലൈവായി തന്നെ മീറ്റിംഗ് വേറെ ഉണ്ടായിരുന്നു. 4 മണിക്ക് മീറ്റിംഗ്, 8 മണിക്ക് എല്ലാ മീറ്റിംഗ് തുടർമാനമായത് വെളുപ്പിനെ തുടങ്ങിയത്. അപ്പൊ ഈ വെളുപ്പിനെ മീറ്റിംഗ് വീണ്ടും ഉണ്ട്. അപ്പോൾ ദൈവം നമ്മെ അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിപ്പാൻ വിശ്വസനാണല്ലോ. ഉപാസനയെ മാനിക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിശ്ചയമായും ഈ വർഷത്തിന്റെ അവസാനം ദൈവം നമ്മെ ശേഷിപ്പിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യണം. ഈ വർഷത്തിന്റെ അവസാനം നമ്മെ ശേഷിപ്പിച്ചു. കാരണം ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ദയ, കർത്താവിന്റെ കരുതൽ, എല്ലാ സ്നേഹത്തിനുമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ആമേൻ. ദൈവത്തിനെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 3:11, മാത്യു ചാപ്റ്റർ 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പിതാവേ, അവിടുത്തെ ശബ്ദത്തിനായി വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ സംസാരിക്കുന്ന വാസ്തുക്കൂട്ടത്തെ മാനിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരെ കുടുംബങ്ങളെ ആദരിക്കണം. യോശുവ പാസ്റ്ററെയും കുടുംബത്തെയും തലമുറയും ദൈവദിനത്തെ എല്ലാം ആദരിച്ചാട്ടെ. പാസ്റ്റിംഗ് ഇരിക്കുന്നു. വലിയ അനുഗ്രഹമാക്കണമേ. നമ്മെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. വചനത്താലാത്മാർ ഇടപെട്ടാട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ദൈവ ശബ്ദമാണ് കേൾപ്പിച്ചത്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ. എന്റെ പിന്നാലെ എന്നേക്കാൾ ബലവാനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ മതിയാവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഈ വേദവാക്യത്തെ കുറിച്ച് പഠിതാക്കളുടെയിലും വിശ്വാസ സമൂഹത്തിനിടയിലും ചില തർക്കങ്ങളും വാദങ്ങളും പല ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ എന്നെ പരമേൽപ്പിച്ച ദൂത് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് സ്വപ്നം. ഇവിടെ 3:6 വാക്യം വായിക്കുമ്പോൾ ന്യായവിധിയെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പറയാം യോഹന്നാൻ സ്നാപൻ പറയും. യോഹന്നാൻ സ്നാപന്റെ മുമ്പിലേക്ക് സ്നാനം പെടാൻ വന്ന പരിശുദ്ധന്മാരോട് സദൂക്യരോടും യഹൂദജനത്തോടും പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവരുണ്ട്, അവനേക്കാൾ ബലവാനാണ്. ആ ബലവാനാണ് യേശു ക്രിസ്തു. എല്ലാവരെയും ബലപ്പെടുത്തുവാൻ എല്ലാവർക്കും മതിയായവനായ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. ബലവാനും ബലഹീനതയിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ യഹോവേ നീയല്ലാതെ ആരുമില്ല. ദൈവം നമ്മുടെ ബലവും ദൈവം നമ്മുടെ സംഗീതവുമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഉയർത്തി പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ പറഞ്ഞു, ഞാനോ കുറയണോ അവനോ വളരണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് കുറയാൻ എത്ര ദിവസത്തേക്ക്? 5 ദിവസത്തേക്കല്ല, ജീവിതത്തിന്റെ മാറ്റത്തിനും പുതുക്കത്തിനും. ഞാൻ പറയാറുണ്ട്, COVID-19 എന്ന മഹാമാരി എല്ലാവരും ഇപ്പൊ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചെറുക്കെ പറയട്ടെ. അപ്പോൾ ചൈനയിലെ ഒരു മാർക്കറ്റിൽ തുടങ്ങിയത് ലോകത്തിന്റെ എല്ലാ മാർക്കറ്റിലും വന്നു അല്ലേ?
എന്നാൽ കോവിഡ് എന്ന മഹാമാരി വന്നു. UK വന്നപ്പോൾ സെപ്റ്റംബറിലായപ്പോൾ, ഈ സെപ്റ്റംബർ 19 തോന്നുന്നു, അതിന് രൂപ വ്യത്യാസം ഉണ്ടായി എന്നറിയുന്നത്. ഇപ്പോഴാണ് ഓപ്പണായി വരുന്നത്. അത് 3ാമത്തെ വന്നെന്നറിയുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട്, ഈ 1 വർഷം കഴിഞ്ഞു, ഇത്രയും കാലമായിട്ട് വിശ്വാസ സമൂഹത്തിനോ ക്രൈസ്തവ സഭയ്ക്കോ ഒരു രൂപ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ ചിലർക്ക് വ്യത്യാസം വന്നെങ്കിൽ പോലും ഒരു മാറ്റത്തിന് ഈ ഒരു വകഭേദം വന്നു. കോവിഡിന് വകഭേദം വന്നു. പക്ഷെ നമുക്കൊരു വകഭേദം ഉണ്ടായില്ല. ഉണ്ടായോ? ഒരു രൂപാന്തരം സംഭവിച്ചോ? ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞത് ഒരു ന്യായവിധിയോ ഒന്നുമല്ല, ഒരു സന്ദർശനം. കർത്താവ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. യേശു കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധൻ ഓർപ്പിക്കുന്നത് ദൈവം ബലവാനാണ്. യോഹന്നാൻ പറഞ്ഞു അവൻ ബലവാനാണ്, അവന്റെ ചെരുപ്പഴിപ്പാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലങ്ങളിൽ അടിമകളാണ് യജമാന്മാരുടെ ചെരുപ്പഴിക്കുകയും കെട്ടുകയും കൊണ്ടുനടക്കുകയും ചെയ്തത്. യോഹന്നാൻ പറയുക, ഒരു അടിമയുടെ യോഗ്യത പോലും എനിക്കില്ല. തന്നെ താഴ്ത്തുക. നമ്മുടെ നാട്ടിൽ വർത്തമാനമുണ്ട്, താടനിലത്തെ നീരോടു അവിടെ ദൈവം തുണയേകൂ. ഈ ഉപവാസപ്രാർത്ഥന താഴാൻ മനസ്സുണ്ടോ? 3 മണിക്കൂറത്തേക്കല്ല, ജീവിതത്തിന്റെ അടുത്തൊരു നിയോഗം. കർത്താവ് 2021 തരുന്നെങ്കിൽ ഒന്നുകൂടെ വിനയപ്പെടുവാൻ, ഒന്നുകൂടെ താഴുവാൻ, ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിപ്പാൻ, ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം പറയുക. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പഠിപ്പിക്കുന്നത് ഇത് ന്യായവിധിയാണ്, ന്യായവിധിയുടെ. എന്നാൽ എനിക്ക് മനസ്സിലായത് ഇതൊരു ശുദ്ധീകരണത്തിന്റെ അനുഭവമാണ്. ശുദ്ധീകരണം, പരിശുദ്ധാത്മസ്നാനം ലോകത്തിൽ എവിടെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ആ ആത്മസ്നാനത്തിനകത്തൊരു ശുദ്ധീകരണമുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ ശക്തമായ ശുദ്ധീകരണ ദൈവമൊക്കെ വെളിപ്പെടും. സ്തോത്രം. ഞാൻ കണ്ട സ്നാനം, ഇപ്പൊ യോശുവ ജോൺ പാസ്റ്റർ ഒരാളെ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനോജ് പാസ്റ്റർ ഒരാളെ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ 10 മിനിറ്റ് ആ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കി വെക്കുവോ? വെച്ച വിവരം അറിയും. ഇവിടെ പറഞ്ഞ സ്നാനം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു. പക്ഷെ എന്റെ പിന്നാലെ നിന്നേക്കാൾ വരവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. പരിശുദ്ധാത്മാവിനോടൊപ്പം സ്വർഗീയ തീ ഉണ്ടെന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം. തെളിയിച്ച് വെറുതെ പറഞ്ഞില്ല, തെളിയിക്കാൻ പോവാം. തെളിയിക്കുക മാത്രമല്ല, ഈ സ്വർഗീയ നിയോഗം നമ്മൾ കുറച്ചുപേരെ ഉള്ളെങ്കിൽ ഈ കുറച്ചു പേരുടെ മേൽ ഈ രാത്രിയിലും പ്രഭാതത്തിലുമായി ആ ദൈവ സാന്നിധ്യത്തിന്റെ അഗ്നി നമ്മളെ കത്തണം. സ്വപ്നം, നിങ്ങളുടെ ഭവനം, നിങ്ങൾ താമസിക്കുന്നിടം ഒരു വലിയ ദൈവ സാന്നിധ്യം. അർദ്ധരാത്രിയാവുന്ന ഇവിടെ ആവയിൽ സ്വർഗീയ തീ ഇറങ്ങണം. ഈ പാസ്റ്റർ നമ്മൾ ഇത്രയും നാളുകളായി പ്രാർത്ഥിക്കും ഒരു മാറ്റത്തിന്, പുതുക്കത്തിന്, ഒരു സ്വർഗീയ ആത്മാ സാന്നിധ്യത്തിന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ ചാകാത്ത മുഴുവനും കെടാത്ത തീരും, അതാ തള്ളിയിടുന്നത്. സ്നാനം എങ്ങനെ ന്യായവിധിയാകുന്നത്? സ്നാനം ഒരിക്കലും ന്യായവിധിയാകത്തില്ല, അത് ശുദ്ധീകരണത്തിന്റെ ആത്മാവാ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ ദർശനം എന്താണ്? കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച യെശയ്യാവ് കാണുകയും ആരാധനക്കാണ് വേണ്ടി. സാറാപ്പുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈനികനെ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഈ ആർക്കുന്ന സ്വർഗീയ ദർശനം പ്രവാചകൻ കണ്ടപ്പോൾ തന്റെ ജീവിതത്തിലെ അശുദ്ധി വെളിപ്പെട്ടു. കണ്ടോ? കഴിഞ്ഞ അധ്യായം വരെ പ്രവാചകൻ പ്രവചിച്ചതാ, കഷ്ടം കഷ്ടം എന്നൊക്കെ പ്രവചിച്ചെങ്കിലും തന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മ വിരളിച്ചുകൊണ്ടി പ്രവാചകൻ പറയാ, ഞാൻ ശുദ്ധിയില്ലാത്ത തരമുള്ള മനുഷ്യൻ. ഈ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ കണ്ടുപിടിക്കണം. വർഷിപ്പ് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഒക്കെ ആയിക്കോട്ടെ, ഏത് ഭാഷയുടെ ആരാധനയാണെങ്കിലും വേർപെട്ട ജനത്തിന്റെ ആരാധനയിൽ പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനയാകില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മെ ഒന്ന് വിലയിരുത്താൻ, കണ്ടുപിടിപ്പാൻ, വിശേഷാൽ വർഷത്തിന്റെ അവസാന എൻഡിലേക്ക് വന്നിരിക്കുമ്പോൾ പ്രവാചകൻ പറയുക, ശുദ്ധിയില്ലാത്ത, ദൈവത്തിന്റെ ഭാഷ പറയാൻ കൊള്ളാത്ത, ദൈവത്തിന്റെ വാക്ക് പറയാൻ കൊള്ളാത്ത, ദൈവത്തിന്റെ ദൂത് പറയാൻ കൊള്ളാത്ത മനുഷ്യൻ, അവരെ ശുദ്ധീകരണമില്ലാത്തവൻ ദൈവത്തോട് കരഞ്ഞു കേട്ടോ.
ഏറ്റുപറഞ്ഞപ്പോൾ, പാവം ഏറ്റുപറഞ്ഞപ്പോൾ സറാഫുൾ ഒരുവൻ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഒരു കുടില് കൊണ്ട് അഗ്നി കഷ്ണം എടുത്ത് ഈ പ്രവാചകന്റെ നാവിൽ തൊടിയിച്ചു. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ട്? സ്വർഗത്തിൽ സ്വർഗീയ അഗ്നിയുണ്ട്, ശുദ്ധീകരണത്തിന്റെ അഗ്നി. വായിക്കാം സംഖ്യാ പുസ്തകം 31:22, നമ്പേഴ്സ് 31:22-23. പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഇരുമ്പ്, വെള്ളിയും കാരിയും മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഇവിടെ ഇസ്രായേലിനോട് തന്നെ ന്യായപ്രമാണത്തില് രണ്ട് വിഷയം പ്രതിപാദിക്കുക. ഒന്ന്, ചെമ്പ്, ഇരുമ്പ്, കാരിയും പൊന്ന ഒക്കെ പാളയത്തിൽ നിന്ന് പുറത്തുപോയി യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ ഈ യുദ്ധ സാമഗ്രി കൂട്ടത്തിൽ പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, കാരി ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തീയിൽ നശിക്കാത്തൊക്കെ തീക്കകത്തിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. പോരാ, ശുദ്ധീകരണ ജലത്താലും ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നൊക്കെ വെള്ളത്തിൽ. രണ്ട് ശുദ്ധീകരണ വസ്തുക്കളെ കാണിക്കുക. പഴയ നിയമം നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമം പൊരുളെന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ എല്ലാ നിഴലും പഴയ നിയമത്തിലുണ്ട്. ഞാൻ സ്വപ്നം ചെയ്യുക. ഏതാണ് തീ? സാധാരണ തീയല്ല, യോശുവ പാസ്റ്ററുടെ വീട്ടിലെ തീയല്ല, വർഗീസ് ബേബിയുടെ വീട്ടിലെ തീയല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെയും വീട്ടിലെ തീയല്ല. ഈ തീ എന്താണ്? ഇത് യാഗപീഠത്തിൽ നിരന്തരം കത്തേണ്ട തീയാണ്, സ്വർഗത്തിൽ വീണ തീയാണ്. അതിന് മാത്രമേ ശുദ്ധീകരണ പവർ ഉള്ളൂ. ഹലോ, സ്വപ്നം. ആ ശുദ്ധീകരണ തീക്കകത്ത് പാളയത്തിന് പുറത്തുനിന്ന് അപഹരിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്തു വരുമ്പോൾ കിട്ടുന്ന സാധനം ശുദ്ധീകരിക്കാതെ പാളയത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല. ഹലോ, സ്വപ്നം. നമ്മുടെ ആത്മാവ് മാത്രം വീണ്ടെടുത്തു, ഈ ജഡം വീണ്ടെടുപ്പില്ല. സ്വപ്നം. പരിശുദ്ധാത്മ സ്നാനത്താൽ, ആത്മനിയോഗത്താലും ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ ശുദ്ധീകരണ ആത്മാവിനാൽ വെളിപ്പെടുത്തുന്ന ദൈവശക്തിക്കായി സ്തോത്രം പറയുകയാണ്. അവിടെ പറയുന്ന ജലം എന്താ? ജലം ഒരു ചുവന്ന പശുക്കിടാവിനെ ചുട്ടരിച്ച് ഭസ്മമെടുത്ത് വെള്ളത്തിലിടുമ്പോൾ ആ വെള്ളം ശുദ്ധമാകും. അതാണ് ശുദ്ധീകരണ ജലം. എന്താണത് കാണിക്കുന്നത്? അത് ദൈവവചനമാകുന്ന ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ഇവിടെ കാണുന്ന അഗ്നി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇവിടെ കാണുന്നത് ജലം ദൈവവചനത്തെ കാണിക്കുന്നു. അവൻ യഥാർത്ഥമായി 4 ശുദ്ധീകരണം ഉണ്ടെന്ന് പറയും. തിയോളജി അനുസരിച്ച് യേശുവിന്റെ സകല പാപവും ശുദ്ധീകരിക്കും. 2ാമത് വചനത്താൽ ശുദ്ധീകരിക്കും. 3 പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കും. നമ്മുടെ ജഡത്തിന് ആത്മാവിനെയും കൺവെൻഷനുകളെ നീക്കുന്ന ദൈവാത്മാവിനായി സ്വപ്നം. ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവ് മരിപ്പിക്കും. പ്രാർത്ഥനയും ദൈവാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ആ ശുദ്ധീകരണത്തിന്റെ ആഴം വെളിപ്പെടുവാനായി സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ സ്തോത്രം ഇങ്ങനെ ശുദ്ധീകരണ വ്യവസ്ഥ ഉണ്ടെങ്കിൽ നിശ്ചയമായും സ്തോത്രം ആത്മസ്നാനത്തിലൂടെ ഒരു ശുദ്ധീകരണം വെളിപ്പെടുത്തും. പറഞ്ഞാൽ ഈ ആത്മസ്നാനത്തിൽ സ്വർഗീയ തീയുണ്ട്. സ്വർഗീയ തീയുണ്ട്. വായിക്കാം ആവർത്തന പുസ്തകം 4:35 വായിച്ചാട്ടെ. Deuteronomy chapter 4:35. നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം. യഹോവ തന്നെ ദൈവം. അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. അവൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. കണ്ടോ? ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. ആരെ കാണിച്ചു? മോശയെ കാണിച്ചു. എവിടെ കാണിച്ചു? ഇതാ ഒരു ഉന്നത വെളിയുണ്ടായി. മുൾപ്പടപ്പ് വെന്തു പോകുന്നില്ല. മുൾപ്പടപ്പ് കത്തുന്നു നിൽക്കുന്നു, പക്ഷെ വെന്തു പോകുന്നില്ല. ഇസ്രായേലിന്റെ കഷ്ടതയുടെ നടുവിൽ അവർ തകരുന്ന കാഴ്ചയല്ല, സുരക്ഷിതമായി നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തി. പക്ഷെ തീ കത്തുന്നുണ്ട്, പക്ഷെ മുൾപ്പടപ്പ് വെന്തുന്നില്ല. എന്താണ് ആ തീ? നിനക്കോ ഇത് കാണുവാൻ സംഗതി, ഭൂമിയിൽ തന്നെ മഹത്തായ തീ നിന്നെ കാണിച്ചു. ഇങ്ങോട്ട് അടുക്കരുത്,
ഇത് വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയുക എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിലുണ്ടായ കാലാണ്. ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. എന്റെ സ്ഥലം കായംകുളത്താണ്. കായംകുളത്ത് പെന്തക്കോസ്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 60 വർഷമായി. ആ ആരംഭ കാലഘട്ടത്തിൽ പത്തീച്ചിറ യോനാച്ച് എന്നറിയപ്പെട്ട ഒരു പ്രവാചകൻ കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഭാര്യയും കൂടെ ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് 55 വർഷങ്ങൾക്ക് മുമ്പ് 58 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് കൂലിക്കിടന്ന് 40 ദിവസം ഉപവാസ പ്രാർത്ഥന ചെയ്തു. 40 ദിവസം ഉപവാസ പ്രാർത്ഥന. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല. നടന്നു വരും ആളുകൾ യോഗം കൂടി. പകലേ ഉള്ളു പ്രാർത്ഥന, വൈകിട്ട് യോഗമില്ല. ആ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഭാര്യയും 2 മക്കളും പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. വലിയ ആത്മീയ അന്തരീക്ഷമായി. രാത്രി 10 മണിയായപ്പോഴും 12 ആ സമയമായപ്പോൾ ഈ 4 പേരുടെ ശബ്ദം 50-ലധികം ആളുകളുടെ ശബ്ദമായി കൂടി. അടുത്തൊരു അധ്യാപകനുണ്ട്. ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ പാസ്റ്റർ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂര മുഴുവൻ തീ പിടിച്ച് നിൽക്കുക. അദ്ദേഹം ഭാര്യ വിളിച്ചുണർത്തി. അവർ തീ കാണുക. അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചുണർത്തി. തീ പിടിച്ച് നിൽക്കുന്ന കാഴ്ച. ആളുകളെല്ലാം കൂടെ മൺകുടത്തിൽ വെള്ളം കൊണ്ടുവന്ന്, പണ്ട് കാലങ്ങളിൽ കുടകളിൽ വെള്ളം കോരി വെക്കുമായിരുന്നു വീട്ടാവശ്യത്തിന്. ഈ വെള്ളവുമായി ഓടി വന്ന് വേലി ആടാൻ തുടങ്ങിയവ തീയില്ല. അങ്ങനെയാണ് കായംകുളത്ത് പെന്തക്കോസ്തിന്റെ വേല ആരംഭിച്ചത്. ഒരു നാള് കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ അറിയപ്പെട്ടത്. ധാരാളം ദേവദാസന്മാരുന്ന് കായംകുളത്തുണ്ട്. ധാരാളം ദൈവമക്കളുണ്ട്. ഈ സ്വർഗീയ തീ പാസ്റ്റിംബറിൽ കത്തിയാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിത രീതി എല്ലാം മാറുന്ന ഒരു സ്വർഗീയ അഗ്നി യേശുവിന്റെ നാമത്തിൽ നിനക്കോ ഇത് കാണുവാൻ സംഗതി വരട്ടെ. ഒരു സ്വർഗീയ അഗ്നി സകല അശുദ്ധികളും ദഹിപ്പിച്ച് കളയുന്ന സ്വർഗീയ സ്ഥാനത്തിനെ ശോഭനം പറയുകയാണ്. കാരണം ഞാനാണെങ്കിൽ കായംകുളത്തുള്ള മലങ്കര കത്തോലിക്ക പള്ളിയിൽ 9 വർഷം മധുവായി ധൂപകുരി വിശുന്നുണ്ട്. അപ്പൊ പള്ളി പ്രവേശനം, മധുവായ പ്രവേശനത്തിന് അച്ഛന്റെ ലോഹ എടുത്തിന് തലവഴി ഇട്ടു. എനിക്ക് 5 അടി 2 ഇഞ്ച് ഒക്കെ ഉള്ളൂ. എന്നെ കാണാനില്ല. അച്ഛന്റെ കൈ എന്റെ തലയിലോട്ട് വെച്ച് സുറിയാനി ചൊല്ലി. അയ്യോ, സുറിയാനി ചൊല്ലി. പക്ഷേ മാനസാന്തരോട് രക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരു പാരമ്പര്യ ബന്ധനം കിടക്കുക. പാരമ്പര്യ ബന്ധനം. രക്ഷ ആത്മാവിലേ നടന്നിട്ടുള്ളൂ. മനസ്സിലായോ? ഈ ബോഡി വീണ്ടെടുത്തിട്ടില്ല. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു മണിക്കൂർ കണക്കിന് ആത്മാവിൽ ആരാധിച്ചപ്പോഴാണ് ആ പാരമ്പര്യം കെട്ടുപൊട്ടിയത്. പെന്തക്കോസ്തി വന്നെങ്കിലും ഇന്നും ഒരു ഉഷാറോ ഉന്മേഷമോ ഒരു താല്പര്യവും ഇല്ല. അവൻ ജീവനില്ല. അതിനാൽ ഞങ്ങളെപ്പോൾ ആള് പറയുന്നത് നീ പരിശുദ്ധാത്മാവരെ പ്രാപിക്കണം യേശുവിന്റെ നാമത്തിൽ. അതാണ് പൗലോസ് എഫെസോസിൽ ചോദിച്ചത്, നീ വിശ്വസിച്ച പരിശുദ്ധാത്മാവരെ പ്രാപിച്ചു. എന്തിനായി മീറ്റിംഗ് വെച്ചേക്കുന്നത്? സൂമിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ദൈവം നിറയ്ക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വപ്നം. ഇതൊരു ബോർഡെ നോക്കിയിരിക്കുക മാത്രമല്ല, സ്വത്രം പറയാനും പ്രാർത്ഥിക്കുവാനും വർഷിപ്പിക്കുവാനും ആത്മാവ് ബലപ്പെടുവാനും ദൈവശക്തി ഏൽപ്പിച്ചു കൊടുക്കണം. ഈ അത്യന്ത ശക്തി നിന്റെ മേൽ ഇറങ്ങുന്ന ഉപവാസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഈ വർഷത്തിന്റെ അവസാനം വന്നിരിക്കുമ്പോൾ ഈ സ്വർഗീയ തീ നിന്റെ മേൽ ഇറങ്ങണം. ഇതിന് പരിശുദ്ധാത്മാവിൽ അഗ്നി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഇന്ന് വിധേയപ്പെട്ടേ മതിയാവും. ആത്മാവിൽ തീ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അവരുടെ സന്തോഷത്തിൽ പറയുന്ന സ്വർഗീയ തീ ഉണ്ട്. തെളിയിക്കാം. നിനക്കോ ഇത് ഭൂമിയിൽ കാണാൻ അവസരം കിട്ടി. ന്യായാധിപന്മാരുടെ പുസ്തകം 15:14, ജഡ്ജസ് ചാപ്റ്റർ 15:14. അവൻ ലേഖിയിലെത്തിയപ്പോൾ ഫെലിസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ആത്മാവിൽ എന്തുണ്ട്? നിങ്ങൾ പറ, കേൾക്കാൻ മേല. ആത്മാവിൽ എന്തുണ്ട്? നിങ്ങൾ ഓണാക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. ആത്മാവ് നിങ്ങൾ വേദോസം വിശ്വസിക്കുന്നവർ പറ, ആത്മാവിൽ എന്തുണ്ട് സാറേ? തീ ഉണ്ടോ? ഇല്ലെന്ന് എന്നാ പ്രസംഗം നിർത്തുക. ആത്മാവിൽ എന്തുണ്ട്? തീയുണ്ട്. ഒന്നുകൂടെ വായിച്ചു കേട്ടില്ല.
അവൻ ലേഖിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ഇങ്ങോട്ട് നോക്കിയാൽ 2020 കയറല്ല 2021. പൈശാചിക ദുഷ്ടതന്ത്രവുമായി പുതിയ പുതിയ കയറുമായി വരുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ഒരു അഭിഷേക ശക്തി ഈ പാസ്റ്റിംബറിൽ പ്രാപിച്ചെടുക്കണം. പുതിയ തന്ത്രം ആരാധിച്ച സഹോദരന്മാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല, പെരിസ്ത്യനെ ഏൽപ്പിച്ചു കൊടുക്കുക. പെരിസ്ത്യൻ കണ്ട് വാർത്തു. ഇങ്ങോട്ട് നോക്കിയേ, യഥാർത്ഥ വിശുദ്ധിയും വേർപാടിൽ നിൽക്കുമ്പോൾ ശത്രുവിന് മുമ്പിൽ കൂത്തുകാഴ്ച ഏൽപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. യഹോവയുടെ ആത്മാവ് പഴയ നിയമത്തിൽ വന്നും പോയിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ശിംശോന്റെ മേൽ പകർന്ന ആത്മാവും പുതിയ നിയമത്തിലെ പെന്തിക്കോസിന്റെ ആത്മാവും രണ്ടും രണ്ടാണോ ഒന്നാണോ? നിങ്ങൾ പറഞ്ഞു. ഒന്നാ. അപ്പൊ ഒന്നാണെങ്കിൽ ഈ ആത്മാവിൽ എന്തുണ്ട്? തീയുണ്ട്. ഉണ്ട്. ഈ പെന്തക്കോസ്ത് മാർഗത്തിൽ വന്നവരൊക്കെ എന്തെല്ലാം പ്രതിസന്ധികളും ഏതെല്ലാം പാരമ്പര്യങ്ങളും, വലിയ കുടുംബക്കാരും ചെറിയ കുടുംബക്കാരും ക്ഷേത്രത്തിൽ നിന്നും വലിയ വള്ളിയും കറ്റാണം വള്ളിയും വലിയ വള്ളിയും ഒക്കെ വിട്ടു വന്ന ആളുകളാണ്. മനസ്സിലായോ? ആത്മനിറവിന്റെ ആരാധനയുടെ അഭിഷേകം വെളിപ്പെട്ടപ്പോഴാണ് ആ പാരമ്പര്യ കെട്ടുകൾ പൊട്ടിയത്. ഈ ചർച്ചിന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണ്ടേ? യേശുവിന്റെ നാമത്തിൽ ഒരു പുതുക്കം ഉണ്ടാകണ്ടേ? ആത്മാക്കൾ വരണ്ടേ? ഇതിനകത്ത് നീക്കുന്ന ഒരു ആത്മ പവറുള്ളവരായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടണം. പുതിയ സ്നാനം നടക്കണ്ടേ? എൽബണ്ടിൽ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്നത്തെ വാർത്ത അറിയോ? 1.5 ലക്ഷം ആളുകൾ, വലിയ ആൾക്കാരെയാണ് കാനഡ സ്വാഗതം ചെയ്തിരിക്കുന്നത്. 1.5 മില്യൺ. എല്ലാവർക്കും വിസ കൊടുക്കാൻ പോവാം. അപ്പൊ പുതിയ പുതിയ ആളുകൾ വരും. 3-4 പേരെ കൊണ്ടിരിക്കാനല്ല, ദൈവം ചില പ്രവൃത്തി ചെയ്യുവാനായിട്ട്. യേശുവിന് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടത് ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ ശുശ്രൂഷയുണ്ട്. തന്നിരിക്കുന്ന ആയുസ്, തന്നിരിക്കുന്ന ഒരു അഭിഷേകം ദൈവമായി വിസ്തൃതിക്ക് വേണ്ടി ആയിരിക്കാൻ യോശുവ പാസ്റ്ററുടെ സഹോദരന്മാരെ സഹോദരിമാരെ ഒന്നിച്ച് കുറച്ചുകൂടെ ബലപ്പെടുവാനായി ഒരു അന്യഭാഷ ആരും കൈയടി രക്തം ജയം, ഒരു ആളുകൾ ഉത്സാഹിപ്പിക്കുമ്പോ രക്തം ജയം, അതും കൈയടിക്കുന്നോ ബ്രെഡ് ജാം വെക്കുന്നോല. പിന്നെ അന്യഭാഷയോ? അന്യഭാഷ, രക്തം ജയം, ഗ്ലോറി, അന്യഭാഷ. അത് സൺഡേയിലേ പറയൂ. അത് ഓർഗനൊക്കെ വെച്ച് പിള്ളേർ 2 പെരിപ്പിച്ചാല്, ഞാൻ നാടൻ ഭാഷയിലൊക്കെ പറയാണ്, രണ്ടെണ്ണം ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നിന്റെ വായിൽ വരുത്തും. അതൊന്നും അല്ലെന്നേ, അത് നടന്നോട്ടെ. പക്ഷേ ഒരു ആത്മനിറവിന്റെ ജീവിതം, ആത്മശക്തിയുടെ വ്യാപാരം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അഗ്നിയായിരിക്കാൻ കേട്ടോ യോശുവ പറഞ്ഞത്. എല്ലാവരും പൂർണ്ണ സമയം ഭാഷമാരല്ലെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു ചേഞ്ച് വേണം, വെല്ലുവിളിച്ച് പറയുക, ഒരു പുതുക്കപ്പിനായി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഉറക്കെ പറ, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കേട്ട് 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 ഇരിക്കുക. ഒരു ആത്മീയ പുതുക്കപ്പിന് സ്വർഗീയ ആത്മാവ് വന്നപ്പോൾ കെട്ടിയത് ദൈവത്തിനെതിരെ, നിന്റെ ഭാവി ജീവിതത്തിനെതിരെ, നിന്റെ ഉന്നതിക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ പോരാടി നിൽക്കുന്ന സകല വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയണം. യേശുവിന്റെ നാമത്തിൽ വചന ശുശ്രൂഷയിൽ ആത്മപകർച്ച വെളിപ്പെടട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ. എത്ര ശ്രമിച്ചിട്ട് വിജയിക്കാൻ കഴിയുന്നില്ല. എല്ലാം ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ ജോലിക്ക് പോകുന്നു, വരുന്നു, ഓട്ടസഞ്ചി വാരിയിടുന്നത് പോലെ ഒരു ഗതിയും പിടിക്കാതെ, പല നിലയിൽ ഒരു നന്മ ഉണ്ടാകാതെ, എല്ലാം ക്ഷയിപ്പിക്കുന്ന ചില പോരികൾ
പാരമ്പര്യ അവകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇരാപ്പനെ അഴിയണം. നിന്നെ ഞെരുക്കുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആത്മാക്കളെ തടയുന്ന എല്ലാ പോരിലും അഴിയണം. റമാമാമ ഹംദരാധന. ഇത്രയും പേർ ആത്മാവിന് ബലപ്പെട്ടാൽ ആ ദൈവശക്തി വ്യാപരിക്കാൻ പോയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അവൻ കെട്ടിയിട്ട കെട്ടുകൾ സ്തോത്രം. ശിംശോന്റെ ശരീരം പൊള്ളിയെന്നല്ല, വസ്ത്രം കത്തിപ്പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. ആ കൃത്യമായ വിഷയത്തിൽ ദൈവാത്മ ഇടപെട്ടു യേശുവിൻ നാമത്തിൽ. അവന്റെ കൈമേ കെട്ടിയ കയർ ചണനൂല് പോലെ ബന്ധുപോയി. ആത്മാവിടപെട്ടാൽ, പരിശുദ്ധാത്മാവിടപെട്ടാൽ നിന്നെ കെട്ടി ഒതുക്കാൻ നോക്കുന്ന എല്ലാറ്റിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായി സ്വപ്നം പറയുകയാണ്. ചിലക്ക് രോഗമൊന്നുമില്ലെന്ന് രോഗിയെ പോലെ ആക്കുന്ന, വിഷമിപ്പിക്കുന്ന ചില ഫൈറ്റിംഗ് അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കത്തല 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 കന്തല മൂലവൻ 2 മിനിറ്റ് കരമടിച്ച് ഞായറാഴ്ച അന്താ രാജാ മാധവ് ഞായറാഴ്ച ആത്മാവ് ബലപ്പെട്ട് കത്തല 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 കന്തല ദൂരവൻ അന്തല ദൂരവൻ അടക്കല വടവന ദുരുവല വടവൻ ശന്തല ദൂരവൻ അന്തല മാനക കന്തല വേദന ഓ വീക ഭാരം പാല ചാരം പാല ചാല കന്തല വേദന കന്തല. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രിയിൽ. ആ വലിയ ദൈവ സാന്നിധ്യം സ്തോത്രം. പുറപ്പാട് പുസ്തകം 24:17. Exodus chapter 24:17. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇതെല്ലാം ദൈവോധനമാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാട്ടൊക്കെ പുറത്തു വന്നു. എന്റെ ദൈവമേ, പാട്ട് എഴുതിവരെയും കൊന്നു, പാടിവരെയും കൊന്നു. നമ്മളെ ഒത്തിരിയൊക്കെ മാറാനുണ്ട് പ്രിയരെ. നമ്മുടെ ചെറിയ കണ്ണുകൊണ്ടും ചെറിയ തല കൊണ്ടും ഒക്കെ കാണുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് വലിയ വിശാലമാണ്. സീനായി പർവ്വതത്തിന്റെ മുകളിൽ യഹോവയുടെ തേജസ്, യഹോവ ഇറങ്ങിയിരിക്കുക. അവിടെ ആർക്കെല്ലാം ദൈവനിയോഗമുള്ള വിളിയുള്ള മോശയ്ക്ക് മാത്രം ചെല്ലാം. പിന്നെ പ്രത്യേക അനുവാദം ഉണ്ടെങ്കിൽ യോശുവയ്ക്കും ചെല്ലാമായിരുന്നു. അല്ലാതെ ഒരു മൃഗമോ ഒരു മനുഷ്യനോ അവിടെ ചെന്നാൽ കല്ലെറിഞ്ഞ് ഓടിക്കൊല്ലണം. അതാ പ്രമാണം. പിതാക്കന്മാർ ഈ തീ കണ്ടപ്പോൾ, ഈ മഹത്വം കണ്ടപ്പോൾ ഓടി ഒളിച്ചു കൂടാരങ്ങളിൽ. ഇങ്ങോട്ട് നോക്കിയേ, പഴയ പിതാക്കന്മാർ ഈ മഹത്വം കണ്ടപ്പോൾ ഓടി ഒളിച്ചപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്ന നാളിൽ വലിയ മുഴക്കത്തോടെ ദൈവാത്മാവ് സകല ജനത്തിന്റെയും പകരം ആത്മാവ് ആഗതമായപ്പോൾ അവർ തീക്കാത്തിരുന്നു. ഒരു നല്ല സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ മഹിമയ്ക്കായി അതാണ് കൃപ, അതാണ് കൃപ. അർഹതയില്ലാത്ത ദാനം നമ്മുടെ മേൽ പകരപ്പെട്ടതിനായി സ്തോത്രം പറയുകയാണ്. പിതാക്കന്മാർ അവന്റെ ആ തീയുടെ ആ തേസ് കത്തുന്ന തീ പോലെ തോന്നി. അത് ഈ ലോകത്തിന്റെ തീയൊന്നും അല്ല. ഇവിടെ ഇംഗ്ലീഷിൽ ഫയറൊന്നും മലയാളം തീയെന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊരു സ്വർഗീയ തേജസ്സാണ്. സകലതിനെ ഉരുക്കാൻ കഴിവുള്ള തീഷ്ണവാനായ ദൈവത്തിന്റെ മഹത്വ യുവാസ പ്രാർത്ഥന ദൈവം ഇറക്കിയിട്ടുണ്ട്. ബലഹീന ശരീരങ്ങളെ ബലപ്പെടുത്തുന്ന മഹത്വം. യെഹെസ്കേൽ പ്രവചനം 1:13. യെഹെസ്കേൽ 1:13. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. അതിൽ എന്താ പുറപ്പെട്ടു? മിന്നൽ പുറപ്പെട്ടു. ഹലോ, ഈ ഫാസ്റ്റിംഗ് പ്രയർ
ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ കണ്ട കാഴ്ചയ്ക്ക് മാറ്റമില്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. ആമേ. ആ തേജസ്സിനകത്തൊരു മിന്നൽ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ ലോകത്തിലെ രശ്മിയേക്കാൾ അതിശക്തമായി പ്രകാശിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു മിന്നൽ നിങ്ങളുടെ ബോഡിയിൽ മേൽ വെളിപ്പെട്ടു വരട്ടെ. Hallelujah. Stotram, stotram, stotram. Hallelujah. Glory Jesus. Mighty Lord, mighty Lord. Amen, amen, amen. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Glory Jesus, mighty Lord, mighty Lord. Jesus, hallelujah, glory Jesus. വിഷയത്തിന് മിന്നൽ, ഈ ഫാസ്റ്റിംഗ് പറയും വെച്ച വിഷയത്തിന് ഒരു മിന്നൽ ഉണ്ട്. സ്വർഗമിടപെടും, ഒരു മിന്നൽ അയക്കും. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മുക്തി മിഷൻ പണ്ഡിറ്റ് രമാഭായി സഹോദരിമാര് 1900 ആരംഭത്തിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉണർവ്. അതിന് കാരണമുണ്ട്, വേഴ്സിലുണ്ടായ ഉണർവിന്റെ അസ്വസ്ഥതയുടെ ഉണർവുണ്ടായതിന്റെ കാഴ്ച കേട്ട് അവർ മടങ്ങി വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു. എന്താണ് ചോദിച്ചു, എന്താണ് ആഗ്രഹം? എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഭാരതത്തിൽ ഉണർവുണ്ടാകണം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു. കുറെ സഹോദരിമാർ മുക്തിമിഷനിൽ ആ മഠത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ, പ്രാർത്ഥനാ മുറിയുടെ 4 വശവും തീ കത്തി. തീ കത്തിയപ്പോൾ സഹോദരിമാർ കുറെ പേര് ഓടി ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു, തീ കാണാനില്ല. അവിടുന്ന് ഉൾക്കൊണ്ട ആത്മവീര്യമാണ് പാകിസ്ഥാൻ റായ്പിണ്ടിലേക്ക് സുവിശേഷ പ്രചരണമായി 2 സഹോദരിമായി പോയത്. മനസ്സിലായോ? ഈ പ്ലാസ്റ്റിക് ചുരുക്കം പേരെ ഉള്ളെങ്കിലും ഈ അകത്തലങ്ങളിൽ സ്വർഗീയ തീ ഒന്ന് വീണാൽ എൽമെന്റിനെ ഇളക്കി മറിക്കത്തക്ക ദൈവ പ്രവൃത്തി ഇവിടെ ദിവദാസൻ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ UP മധ്യപ്രദേശൊക്കെ പറഞ്ഞു, നീ നടസ്വ അപ്പം ഞാൻ നിങ്ങളെ ഒരാളെ വിശ്വാസി കൊണ്ടുവന്നാൽ സുവിശേഷം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരാള് ഒരു കംപ്ലൈന്റ് ആയി, ഇങ്ങനെ വർഗീസ് ബേബി എന്ന് പറഞ്ഞ പാസ്റ്റർ എന്റെ കുടുംബത്തിൽ വന്ന് ഒരാളെ സുവിശേഷം പറഞ്ഞു, പരാതിപ്പെട്ടാൽ എനിക്ക് 10 ലക്ഷം ഫൈൻ, 10 വർഷത്തേക്ക് തടവ്. കണ്ടോ? നിങ്ങൾ നോക്കിക്കോ, ഇതിനെല്ലാം കാര്യങ്ങൾ തിരിച്ചിടും. ദൈവം സർവശക്തൻ. യഹോവ വാഴുന്നു എഴുതിയിട്ടോ അധികമൊന്നും പൂർത്തീകരിക്കത്തില്ല. കാരണം എന്നറിയോ, ദൈവത്തിന്റെ വചനത്തിന് മഹത്വം വെളിപ്പെടാനുണ്ട്. ലോകത്തിൽ എവിടെയും വെളിപ്പെട്ടതിനേക്കാൾ അസാധാരണ ശുശ്രൂഷകൾക്ക് വേണ്ടി അപ്പോസ്തലന്മാർ ദിവദാസന്മാരെ എഴുന്നേൽപ്പിക്കും. സഭാ രാഷ്ട്രീയക്കാരെ അല്ല, അവരെ പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിക്കും. വൻ കാര്യങ്ങൾ നടക്കും, മരിച്ചവർ ഉയർപ്പിക്കും, കുടുംബന്മാർ ചാടി ഓടി നടക്കുന്നത് കാണും. ഇത് കാണുമ്പോൾ നിയമങ്ങളൊക്കെ കാറ്റിപ്പറക്കും. അല്ലാതെ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. നിയമം പാസ്സാക്കട്ടെ, ഞാൻ അടുത്ത സൈഡിലൂടെ പാസ്സാക്കട്ടെ, അവിടേക്ക് ഇരിക്കട്ടെ. സ്വപ്നം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സ്നാനം ബീഹാറിൽ നടന്നു, ബംഗാളിൽ നടന്നു. മനസ്സിലായി? ഞാൻ സൂര്യത്തിന് ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട ജോബി ബീഹാറിലുണ്ട്. 500-ലധികം പേരെ സ്നാനപ്പെടുത്തി ഈ കോവിഡ് കാലത്ത് തന്നെ. ഏണച്ചക്കവേരെല്ലാം കായ്ക്കും. ദൈവം തന്നെ എന്തായാലും ഒരു രാഷ്ട്രീയ ഇളക്കം ഉണ്ടാകും. പ്രാർത്ഥനയൊന്നും വെറുതെ പോകില്ല. ഒരു മിന്നൽ അയക്കും. ഉറക്കെ പറ, ഒരു മിന്നൽ അയക്കും. ഒരു മിന്നൽ അയക്കും. ഞാൻ വിശ്വസിക്കുക, വെറുതെ പറയല്ല. ഒരു കാഴ്ചകൾ കണ്ടോടെ ഓപ്പണാന്നും പറയുന്നില്ല, അദ്ദേഹം സംഭവിക്കും. അപ്പോൾ ഒരു മിന്നൽ അയക്കും. നിങ്ങൾക്കറിയാമോ, 82 കാലഘട്ടങ്ങളിൽ OP തായിയുടെ ബില്ല് കൊണ്ടുവന്നു. ഇന്ത്യ മുഴുവൻ മതപരിവർത്തന നിരോധനമില്ല. പിറ്റേ ദിവസം പുന്നക്കാട് ഓർത്തിരിക്കുന്ന മന്ത്രിസഭ താഴെ വീണു. അന്ന് പോയതാ, പിന്നെ ഇപ്പോഴാ പൊങ്ങി വന്നേ. ദൈവം ഉടയ്ക്കും. കളിമണ്ണും ഇരുമ്പും പോലുള്ള ഭരണ ലോകത്തിൽ നടക്കുന്നത്. ദൈവം തമ്പുരാന്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. അതിനു മുമ്പേ കുറെ മനുഷ്യരെ ഇന്ത്യയിൽ രക്ഷിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ സ്തോത്രം പറയുകയാണ്. കള്ളക്കേസുകൾ കൊടുത്ത് ദൈവദാസന്മാരെ അകത്താക്കാൻ നോക്കുക. പക്ഷേ അവൻ ദൈവവും മഹത്വം വെളിപ്പെടുത്തും.
ഇതാ കണ്ണ് തുറപ്പിക്കുന്ന ദൈവപ്രവൃത്തികൾ. മുക്കിപ്പനി മാറുന്നത് മാത്രമല്ല, അസാധാരണ ശുശ്രൂഷകൾക്ക്, അസാധാരണ ദൈവപ്രവൃത്തി വേണ്ടി പ്രാർത്ഥിക്കണം. അസാധാരണ ദൈവപ്രവൃത്തികൾ, ഏതൊരുത്തന്നെ വായടയ്ക്കുന്ന ദൈവപ്രവൃത്തികൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇത് പറയപ്പെട്ട കുത്തകയല്ല, കൃപാവരം. അത് ആരാഗ്രഹിക്കുന്നു? വിവാസ പ്രാർത്ഥനയിൽ ദൂതം കേട്ടു പ്രവചനവും കേട്ട് മയങ്ങി ഉറങ്ങിയിരിക്കാനല്ല സഹോദരി, സഹോദര. അവർ കൃപാവരത്തിന് ആത്മൻ വിധേയപ്പെടാൻ, ഒരു ശുശ്രൂഷയിൽ വിധേയപ്പെടാൻ, പ്രാർത്ഥന വർദ്ധിപ്പിക്ക്. ഒരു മിന്നൽ പുറപ്പെട്ടു. ഞങ്ങളുടെ ഒരു മാസയോഗത്തിൽ പൈനമൂട്, മാവേലിക്കര പൈനമൂടിലെ സഹോദരി സാക്ഷ്യം പറഞ്ഞതാ. ആ സഹോദരിക്ക് യൂട്രസിനകത്ത് സ്കാൻ ചെയ്ത് 3 മുഴ, സർജറി ഉടനെ വേണം. ഡോക്ടേഴ്സ് പറഞ്ഞു ഉടനെ സർജറി ചെയ്യണം. വല്ലാത്ത വിഷയമാണ്. അതെന്തായാലും ഡേറ്റ് എടുത്തു, സർജറിക്ക് ഡേറ്റ് എടുത്തു, എല്ലാം ക്രമീകരിച്ചു. പക്ഷെ അതിനു മുമ്പ് ഈ സഹോദരി കുറെ പ്രാർത്ഥനക്കാരുമായിട്ട്, അവരുടെ പ്രിയപ്പെട്ടവരുടെ സഹോദരിമാരുമായി പ്രാർത്ഥിക്കായിരുന്നു. ഭയങ്കര ആത്മസാന്നിധ്യം ഉണ്ടായി, ആരാധിച്ചു വരപ്പെട്ടു. ആ സർജറിക്ക് വിധേയപ്പെട്ടു. തിയേറ്ററിൽ പോയി, കൊണ്ടുപോയി. സർജറിയുടെ സമയമായപ്പോൾ ഡോക്ടർ മാത്യൂസിന് കത്തിയെ തുടങ്ങാൻ വയ്യ, കൈവിറക്കുക. 1/2 മണിക്കൂർ പരിപാടി നടന്നില്ല, 1.5 മണിക്കൂർ നടന്നില്ല. ഡേറ്റ് മാറ്റിവെച്ചു, സംഗതി മാറ്റിവെച്ചു. പിന്നെ ഒരു സ്കാനിങ് കൂടെ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഒന്നുകൂടെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, യൂട്രസിനകത്ത് ഒരു പ്രശ്നമില്ല. ആ സഹോദരി പറഞ്ഞത്, ആരാധനയിൽ തീ കത്തുന്ന പോലെ കത്തി. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ നമ്മുടെ മേലെ കൊണ്ട് വ്യാപരിക്കട്ടെ. ഏതെല്ലാം മേഖലകളിൽ ഇന്ന് രാത്രി ലോകത്തിൽ എവിടെല്ലാം ഈ പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് അറിയാമോ? സ്ട്രീറ്റിൽ ഉണ്ടായതുപോലെ ഉണർവ് എൽമണ്ടിൽ ആരംഭിക്കട്ടെ. ചില പാരമ്പര്യ കുടുംബങ്ങളെ ബന്ധന വഴിച്ചു കൊണ്ടുവരട്ടെ. അവൻ ഒരു മിന്നലയിക്കും. നമ്മുടെ കൈയാൽ എവിടെ കഷ്ടതയിലൂടെ ദൈവം കടന്നു പോയിട്ടുണ്ടോ, എവിടെ പ്രതികൂലത ദൈവം കടന്നു പോയിട്ടുണ്ടോ, അവിടൊക്കെ ശുദ്ധീകരണത്തിന്റെ അഗ്നി വെളിപ്പെട്ടിട്ടുണ്ട്. ഈ ഇഷ്ടികച്ചൂള കണ്ടവർക്കറിയാം. ഇഷ്ടികച്ചൂള എന്ത് ചെയ്യും? ചെളി കൊണ്ട് ചവിട്ടി കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കും. അങ്ങനെ പഴയ കാലങ്ങളിൽ പച്ചക്കട്ട വെച്ച് വീട് പണിയുമായിരുന്നു, വീടുകൾ. പക്ഷെ അതിന് പുറത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുമോ? കോൺക്രീറ്റ് പണിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇഷ്ടിക എന്ത് ചെയ്യും? ചൂളയ്ക്ക് വെക്കും. ഞങ്ങളുടെ നാട്ടിലെ പ്രസിദ്ധമായ ഒരു ഇഷ്ടിക കട മേഖലയാണ് വള്ളികുന്നം. വള്ളികുന്നം ഇഷ്ടിക സ്ട്രോങ്ങാ, വെട്ടിയാനൊന്നും പൊട്ടില്ല. ഇഷ്ടിക ചൂള വെച്ചു, പഴിപ്പിച്ചെടുത്തു, വാട്ടക്കട്ട വെളിയിൽ കളയും, നല്ല എല്ലാം ലോഡ് ചെയ്യും. അത് വെച്ച് വലിയ ബിൽഡിങ് പണിയും. താഴെ പോവോ? ഹലോ, ഇന്നേ വരെ പ്രതിസന്ധി വന്നപ്പോ നിലനിർത്തി എന്താണെന്ന് അറിയാമോ? ആത്മാവിൽ കത്തിച്ച് നിന്നെ സ്ട്രോങ് ആക്കി നിർത്തിയ ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം പറയുകയാണ്. ദൈവത്തിന്റെ വചനവും ആത്മാവ് വിടുപെട്ടത്. എന്റെ വചനം തീ പോലെ, വചനവും തീ പോലെ, വചനവും ആത്മാവില്ല ഒന്നാണെന്ന്. അത് റീമയായി വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ സ്തോത്രം പറയുന്ന രാത്രിയിൽ ഒരു സ്വർഗീയ തീയുടെ മഹത്വം ഈ പാസ്റ്റിമർ കത്തിയിട്ടുണ്ട്. ഈ രാത്രി കത്താൻ പോകുകയാണ്. Hallelujah, glory Jesus. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 16-17 വായിച്ചാണ്ട്, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്
അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും. അവന്റെ പുഷ്ടന്മാരുടെ ക്ഷയമയക്കും. അവന്റെ മഹത്വത്തിന്റെ കീഴേ അവന്റെ മഹത്വത്തിന്റെ കീഴേ തീ കത്തും പോലെ ഒന്ന് കത്തും. തീ കത്തുന്നത് പോലെ ഒന്ന് കത്തും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഉറക്കെ പറ, മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അശൂരിനുള്ള സന്ദേശമാണ്. ഹിസ്കിയാവ് ഒരു ഉണർവിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. എന്നാൽ അശൂര് വെല്ലുവിളിച്ചോണ്ട് വന്നു. എന്നാൽ യെശയ്യാവിനോട് ദൂത് വന്നു. അവൻ വന്ന വഴിക്ക് മടങ്ങിപ്പോകും. ഒറ്റ രാത്രി കൊണ്ട് ഒരു ദൂതൻ ഇറങ്ങി 1,85,000 തകർത്തു. അപ്പുറം ദൂതന്മാരുടെ ആഹാരം സ്വർഗീയ മന്നയാണ്. ഭൂമിയിൽ വിശുദ്ധന്മാരുടെ ആഹാരം, ആത്മീയ ആഹാരം എന്തോ വചനമാണ്. അപ്പോൾ സ്വർഗീയ മന്നയാകുന്ന ആഹാരം കഴിക്കുന്ന ദൂതന്മാർ ഒരു വീശു വീശിയപ്പോൾ 1,85,000 പോയെങ്കിൽ വിശുദ്ധന്മാരാകുന്ന ദൈവമക്കൾ ആത്മീയ മന്നയാകുന്ന വചനം മന്ന കഴിക്കുമ്പോൾ ഒരു ആത്മീയ ആരോഗ്യം വേണ്ടേ? വേണം. കണ്ട ഒരു ചന്തം വേണ്ടേ? അയ്യവത്ത് ക്ഷീണിച്ചും കഴിഞ്ഞു അവശയാനായി അങ്ങനൊന്നുമല്ല. നീ വർഷിപ്പിന് വരുമ്പോഴും യോഗത്തിന് വരുമ്പോഴും മിടുമിടുക്കനായിരിക്കണം. പ്രായം 70-80 എന്തോ ആട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ചായനുണ്ട്, മുട്ടങ്കി വരച്ചായൻ, ചൂടാ 100 അറിയാം. ഇവിടെ 30 പോലും ആയില്ല, അപ്പോഴേ ആവശ്യനാ. ഇരുന്ന് എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കൈയടിക്കാൻ വയ്യ, ഓത്രം പറയാം. എന്താ ഇത്? ഒന്ന് വിലപ്പെടേണ്ടേ? നടത്തിയില്ലേ? പ്രായം ഒരു വിഷയമല്ലെന്ന് ഇപ്പോഴേ പ്രായം പറഞ്ഞിരിക്കുക. അത് പറഞ്ഞോണ്ട് നീ കളവനായിക്കൊണ്ടിരിക്കുക. ദൈവമില്ലാത്ത വർത്തമാനം പറയും. നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ട് നിൽക്കും. അവന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തുന്നു പോലെ കത്തും. ഇതൊക്കെ വേദവസം എഴുതിയിരിക്കുക. ഒരു ദിവസം കൊണ്ട് മുള്ളും പറക്കാനും ദഹിപ്പിക്കും. നമ്മെ കുത്തി നോവിച്ചോണ്ടിരിക്കുന്ന ആരോടും പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ദഹിപ്പിച്ചു കളയും. ദൈവാത്മാവിന് വിധേയപ്പെടാമോ? വിടയപ്പെടാമോ? പഴകിയ വിഷയങ്ങൾക്ക്, ഈ വാസ പ്രാർത്ഥനയെ ചില പഴകിയ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടെന്ന് ദൈവാത്മ ഇടപെടുകയാ. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ ചോദ്യം ചെയ്യുന്ന എന്തോ മുള്ളാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് എരിയും. മുള്ളു മാത്രമല്ല, പറക്കാരുകൾ നിന്നെ തടയുന്ന, നിന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ തടയുന്നതിന്റെ പറക്കാരുകൾ, സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ തടയുന്നതിന്റെ പറക്കാരുകൾ, ഒളിഞ്ഞു കിടക്കുന്ന പറക്കാരകൾ, ആമെ നോവിപ്പിക്കുന്ന പറക്കാരകൾ ഈ വാസത്തിൽ എരിഞ്ഞു പോകണം. ഇത്രയും ദൈവമക്കൾ നമ്മളെല്ലാം കൂടെ 13 ഡിവൈസേ ഉള്ളൂ. ഇത്രയും പേര് ആത്മാവിൽ ഐക്യപ്പെട്ടാൽ ചില വിഷയത്തിന് തീർപ്പുണ്ടാവും, പരിഹാരം ഉണ്ടാവും. അടാരാധ, നിങ്ങൾ ഈ ആവരിക്കുന്ന വിഷയം ചെറുതാണോ? അല്ല. ഈ ഞാന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ ഒരു കാത്തിരിപ്പ് യോഗത്തിന് പോയി. ഒരു 10-20 വർഷമായി. അപ്പൊ അന്ന് ആ സഭ വലിയൊരു സഭയാ. എല്ലാം കൂടെ 10-200 പേരുണ്ട്. അപ്പൊ എന്നോട് അന്നത്തെ പാർശ്വ പറഞ്ഞു 3 മണിക്കൂർ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു പ്രസംഗിക്കാം. 3-4 ദിവസത്തെ മീറ്റിംഗാ, ആദ്യത്തെ സെഷനാ 3 മണിക്ക്. ഞാൻ പറഞ്ഞു പ്രസംഗിക്കാം. അപ്പൊ ഇത് പെന്റിക്കോസ് പ്രസംഗമല്ലേ, രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ, ഇടയ്ക്കൊരു ഗോത്രമൊക്കെ പറയണ്ടേ. ഈ അച്ചാന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഞാൻ കണ്ണുതള്ളി എന്റെ ദൈവമേ, 1-2 പേര് കാലൊക്കെ മേലോട്ട് വെച്ച് ഇരിക്കുക. ആന്റിമാരൊന്നും മിണ്ടത്തില്ല. നമ്മളൊരു വല്ലാത്ത നീർച്ചയിപ്പോ നോക്കിയിരിക്കുക.
പ്രസംഗം ഞാൻ ഉള്ളി ദൈവമേ എങ്ങനെ തീർക്കിഞ്ഞു 10 ഗ്ലാസ് വെള്ളം കുടിച്ചു. 1.5 മണിക്കൂർ 10 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പറയും ഇങ്ങോട്ട് വരിക, ഏറ്റെടുക്കുന്നില്ല. ഞാൻ ദൈവമേ അങ്ങനെ പരിഹരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ പ്രാർത്ഥിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പുറകെ അറ്റത്ത് ഒരു ഹൈന്ദവ സ്ത്രീ ആദ്യമായിട്ട് യോഗത്തിന് വന്നതാണ്. അവൾ പൂതുടങ്ങി മൂടി അടിച്ചിട്ട് ആടി ഓളിന്റെ നടുക്ക് വന്നപ്പോഴത്തേനും അമ്മച്ചിമാർ അങ്ങനെ അച്ചായ മറില്ലു ചാടി അല്ലേ ലൂയ്യ ഗ്ലോറി ഗ്ലോറി അന്യഭാഷ കുറെ അമ്മച്ചിമാരങ്ങ് അന്യഭാഷ ചറവറ പറയാൻ തുടങ്ങി. കുറെ പിള്ളേരിറങ്ങി ഓടി ഭൂതങ്ങൾ തിളങ്ങുക. ഞാൻ വിചാരിച്ചു ഇളകട്ടെ, ഇച്ചിരി ഇളകട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കയ്യടി ആരാധനയൊക്കെ എന്താ ദൈവത്തെ പേടിച്ചല്ല, ഭൂതത്തെ പേടിച്ച. ഈ സൂം മീറ്റിംഗിൽ ഭൂതം ഇളകട്ടെ, ഒന്നും എന്തെങ്കിലും സംഭവിക്കും. അല്ല, ഇത് ഭൂതം പറയുക ഇവിടെ തീയാണ്. അപ്പൊ എന്തോ ഇതിനകത്ത് എന്തോ ഉണ്ട്? ഇവിടെ വലിയ ക്രൂശും തോണോസും ഒന്നും കാണാനില്ലെങ്കിലും മഹത്വമേറിയ അഗ്നി നിങ്ങളുടെ ബിൽഡിങ്ങിനും നിങ്ങൾ പാർക്കും എടുത്തുകൊണ്ടെന്ന് ഇന്ന് രാത്രി ആ സൂമിറ്റി റൂമിൽ ഈ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവാത്മാവിനെ ഷേപ്പ് ചെയ്യുക. ഈ വലിയ ദൈവ സാന്നിധ്യം വിധേയപ്പെട്ടു കൊടുക്കണം. അടജല പ്രസന്നത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കാനല്ല, ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു മഹത്വമായ അഗ്നിക്ക് വിധേയപ്പെട്ടു കൊടുക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിന് വിശ്രുതിക്ക് വേണ്ടി അവ ചേർന്ന് ഉപയോഗിക്കേണ്ടവളാണ്. അടുത്ത വർഷം സഭയ്ക്ക് വേണ്ടി ഉപസിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ കുറെ സമയങ്ങൾ വേർതിരിക്കുന്നെങ്കിൽ നിന്റെ കാര്യത്തിന്മേൽ ദൈവാത്മം ഇടപെടുകയും അതിന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവാത്മം ഇടപെടുകയാണ്. ദൈവാത്മാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ ദൈവശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കാരണം അവൻ സകലവും നന്നായി ചെയ്യും. അവൻ സകലവും നന്നായി ചെയ്യും. അതിന്റെ കരത്തിനായി ഞാൻ സ്തോത്രം പറയുകയാണ്. കേട്ടോ സഹോദരി, തീരുമാനം എടുത്തോളും. ഒരു സ്വർഗീയ പീക്ക് ഒരു അല്പസാധ്യത നിലയിലുണ്ട്, അല്പശക്തി നിലയിലുണ്ട്. അത് അല്പം കൂടെ ഒന്ന് ഊതി കത്തിക്കണം. ചാരം മൂടി കിടന്നാൽ എങ്ങനെ? ചാരം മൂടി കിടന്നാല് അത് കെട്ടുകെട്ടുകൊണ്ടിരിക്കും. ഊതി കത്തിക്കുമ്പോഴാ തെളിഞ്ഞു വരുന്നു. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു വലിയ ജ്വലനമാക്കുവാൻ ഈ ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കൾ ആത്മാവിന്റെ തീക്കല്ലായി തീരട്ടെ. ഈ സഭയ്ക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ആമേൻ. ഒന്നു ചേർന്നാൽ മലയും പോരും. ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഒരു ദിവസം കൊണ്ട് ഓരോരുത്തരെ ദൈവം ആ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിരിക്കുന്ന എന്തിനാ? വെറുതെ ഒന്നുമല്ല. എത്രയോ ആളുകൾക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരാൻ കഴിയാതിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ ഭൂമി നോക്കിയിരിക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ നേഴ്സായിക്കോ, ഡോക്ടറായിക്കോ, എഞ്ചിനീയർ ആയിക്കോ, ആരും ആയിക്കോട്ടെ, എനിക്കെന്നാ ആയിരിക്കും സ്ഥലത്ത് ദൈവത്തിനുവേണ്ടി പ്രകാശിക്കാൻ. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. അതെല്ലാം മാറ്റി ദൈവം ഒരു സ്വസ്ഥത വരുത്തിയപ്പോ ഒരു കാര്യം ക്രമീകരിച്ചു. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ? ദൈവം ചില കാര്യം ചെയ്യും. നമ്മുടെ മനോഭാവം അനുസരിച്ചാ ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ദൈവം പ്രവർത്തിക്കത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥന ചില മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. ഇരുന്ന് അങ്ങനെ പോകാനല്ല പ്രിയരെ. ഒരു വലിയ ദൗത്യം, ഒരു അന്ത്യകാല അഭിഷേകം വെളിപ്പെടാക്കുകയുമായി. ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നതുകൊണ്ട് തന്നെത്താൻ ബലവാന്ന് കാണിക്കേണ്ട ഭൂമിയില്ലാതെ ഊടാടിക്കൊണ്ടിരിക്കുക. കുറെ മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുള്ളൂ. കുറെ മനുഷ്യരെ ആവശ്യമുണ്ട്. ദൈവത്തിന് വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അതിന് ഒരുക്കമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 ആളുകളൊക്കെ ഒരു വീട്ടിൽ 8 പിള്ളേരെ, 10 പിള്ളേരെ, 13 പിള്ളേരെ, ചില ഭാഷമാരുടെ വീട്ടിലേക്ക് 12 പിള്ളേരെ, 18. ഞങ്ങളുടെ വെട്ടിയാറ് ഭാഷ 12 മക്കളാണ്. ഗോത്രപിതാവെന്നാ എല്ലാരും വിളിച്ചത്. 12 അമേരിക്ക പാസ്നേജിലൊക്കെ 12 കൊണ്ട് എന്നാ എന്തുവാ സ്ഥിതി?
ഇന്ന് ഒന്നിനെ വളർത്താൻ പക്ഷേ തിരക്കാ, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, കുഞ്ഞു കരയുക. ഇവിടെ 12 എണ്ണത്തെ വളർത്തിയ അമ്മച്ചിക്ക് ഒരു തിരക്കില്ല. അയ്യോ നാട്ടിൽ നിന്ന് വായോ, അവിടെ നിന്ന് വായോ, ഇപ്പൊ അങ്ങോട്ടും അങ്ങോട്ട് ആർക്കും വേണ്ടല്ല. ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് സമയം വർദ്ധിപ്പിക്കണം, സമയം കണ്ടെത്തണം. എപ്പോഴാ ഉടയോ വരും അറിയത്തില്ല. അല്ല അല്പം കൂടെ താമസിച്ചാൽ ചലിപ്പിക്കുന്ന ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഒരു വിശേഷപ്പെട്ട അഭിഷേകം നിങ്ങളെ ഇറങ്ങി വരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എങ്ങനെ പ്രാപിക്കാം? നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും, അവരോടൊരു വെളിപ്പാട് പറയുവാൻ. അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിലെ കാര്യങ്ങളിൽ പറയുമ്പോൾ അവൻ ഭയപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലിയിൽ സൗഖ്യമാകും. കുത്തകയല്ല സഹോദര. കേട്ടോ എൻസനെ എബ്രഹാം ദൈവാത്മാവ് പറയുന്നു. കാണാൻ ഷൈൻ ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. സ്വപ്നം ഒരു അസാധാരണ നിയോഗം വെളിപ്പെടാൻ സമയമായി. അസാധാരണ നിയോഗം അതിനുണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. വയറിണക്കാനും ഊസിക്കാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ ദൈവം ഷേപ്പെടുത്ത് പുറത്ത് കൊണ്ടുവരും. ദൈവത്തിന്റെ മഹത്വമുള്ള കുറച്ച് ആളുകളെ ഈ സഭയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് പെരുകി പെരുകി വരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ഓരോരുത്തരോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെറുതെ വന്നോണ്ടെന്നുള്ളതല്ല, ഏൽപ്പിക്കപ്പെട്ട ചിലതൊക്കെ ചില തൂണുകളായി നിർത്തിയിരിക്കുന്നത് എണ്ണ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാവുന്നവർക്കായി സ്വപ്നം പറയുകയാണ്. ദൈവത്തിന് വേണ്ടി കുറെ സമയങ്ങൾ ചെലവാക്കുവാൻ, ദൈവത്തിന് വേണ്ടി കുറെ സമയങ്ങൾ ഇരിക്കുവാൻ നിനക്ക് ഒരു മണിയെങ്കിൽ ദൈവത്തിൽ ഇരിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? റൂട്ട് കാണിച്ചു തരും. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? തൃപ്പാതിൽ ഇരിക്കാൻ മനസ്സുണ്ടോ? വഴി കാണിച്ചു തരും. കണക്ട് ചെയ്യും. 2020-21 ദൈവസഭയെ ചില കണക്ട് ചെയ്യുവാൻ, ചില ചാവാറായ ശേഷിപ്പുകളെ, ചില തകർന്ന കുടുംബങ്ങളെ, ആശയറ്റവരെ അവൻ കണക്ട് ചെയ്യുവാൻ, അവനെ ബലപ്പെടുത്തിയെടുക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നേ. അതിനൊക്കെ ആരോടത്തോണ്ട് പോകേണ്ടി വരും. പെട്രോളൊക്കെ ചെലവാകും, സമയമൊക്കെ പോകും. അപ്പൊ പറയട്ടെ, സമയം മുന്നോട്ട് പോകും. കായംകുളം റെയിൽവേ ക്വാർട്ടേഴ്സിലെ 90-ന്റെ ആരംഭത്തിൽ ഞങ്ങൾ ഈ സുശേഷപ്രതി കൊടുക്കാൻ പോകുന്ന ആളായിരുന്നു. അപ്പോൾ സുശേഷപ്രതി കൊടുക്കാനായിട്ട് എന്നോട് ഒരു ദിവസം വെളുപ്പിനെ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറയാം, കായംകുളം റെയിൽവേ ക്വാർട്ടേഴ്സിൽ പോകണം സുശേഷപ്രതി കൊടുക്കാൻ. എനിക്കൊരു സന്തോഷം, ദൈവം പറഞ്ഞല്ലേ. ഞാൻ പോയി കൂടുതൽ മടങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസവും വെളുപ്പിനെ പ്രാർത്ഥിച്ചു. എന്നോട് ദൈവാത്മാവ് പറയാ, ഇന്ന് റെയിൽവേ ക്വാർട്ടേഴ്സിൽ പോകണം. അപ്പൊ 2ാം പ്രാവശ്യം ദൈവം പറഞ്ഞ ഒരു സന്തോഷമായി. ഞാൻ പോയി. അന്ന് തമ്മിയുടെ ഹൃദയം ഉണ്ടറിയാം, സുശേഷപ്രതി, അത് മാറിക്കൊണ്ട് പോയി. അപ്പൊ കുടുംബം ചോദിച്ചു, നിങ്ങൾ ഇന്നലെ വന്നതല്ലേ, എന്താ ഇന്ന് വന്നേ? പുതിയ യേശു ആണോ? ഞാൻ പറഞ്ഞു, പുതിയ യേശു അല്ല, പഴയ യേശു അല്ല. എന്നെ കളിയാക്കി. ഞാൻ മടങ്ങിപ്പോയിരുന്നു. 3-ാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയാം റെയിൽവേ ക്വാർട്ടേഴ്സിൽ പോവാൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഭൂതമായിരിക്കും. യേശുവിന്റെ രക്തം, ജയം, ഗ്ലോറി. അന്യഭാഷ പറഞ്ഞ് ശാസിച്ചെങ്കിലും സാന്നിധ്യം വിട്ടുപോകുന്നില്ല. പോ റെയിൽവേ ക്വാർട്ടേഴ്സ്. നിർബന്ധിച്ചു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയത് കൊടുക്കാൻ തുടങ്ങി. ആരോ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന പോലെ പിടിച്ചോണ്ട് പോയി ക്വാർട്ടേഴ്സിൽ കൊടുത്തോണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ ഞാനിഞ്ഞ് പോയിരുന്നു. കളിയാക്കാൻ തുടങ്ങിയ ആളുകൾ സ്ഥിരമായിട്ട് വീട്ടിൽ എടുത്ത് ശരിയാന്ന് പറയുമ്പോ 4-ാം ദിവസം വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മ പറയുക റെയിൽവേ ക്വാർട്ടേഴ്സിൽ പോകാൻ. ഞാൻ വിചാരിച്ചത് വെളിച്ചനൂതനായിരിക്കും. യേശുവിന്റെ നാമത്തിൽ മുട്ടുമേറുന്ന ആത്മാവിനെ കൊണ്ട് പോരാടി പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും പോയില്ല. എന്താ ദൈവ സാന്നിധ്യം. നീ പോ റെയിൽവേ ക്വാർട്ടേഴ്സിൽ. കണ്ടോ, ഇടപെടുന്ന പരിശുദ്ധാത്മാവ്. എനിക്ക് കഴിച്ചിട്ട് തുറക്കാൻ വയ്യ, മതിരിച്ച് തുപ്പാനും വയ്യ. എന്റെ ദൈവം ഇതെങ്ങനായിട്ട് എന്നെ പ്രേരിപ്പിക്കുക. പോ. അങ്ങനെ സുശേഷപ്രതി വാരിക്കൊണ്ട് പോയി റെയിൽവേ ക്വാർട്ടേഴ്സിൽ. ആണക്കേടുകൊണ്ട് സഹിക്കുമ്പോ ആക്ഷേപം എന്തോ ആൾ പരിഹസിക്കാൻ തുടങ്ങി. എന്ന് കൊടുത്തു ഇഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് ഒരു കുടുംബം, അമ്മാൾ തങ്കച്ചൻ, കനാനെ ബാഗിലുണ്ടിപ്പെട്ടവർ എന്നോട് ചോദിച്ചു, ഉപദേശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അയ്യോ പ്രാർത്ഥിക്കാനാ വന്നേ. എന്നൊക്കെയോട് ചാടി കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
വിഷയമൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി കരയാൻ തുടങ്ങി. യേശു മശിഹായേ നിനക്ക് നന്ദി, എന്നെ വിടുവിച്ചതിനായ നന്ദി. ഞാൻ പെട്ടെന്ന് ആമീൻ എന്ന് പറഞ്ഞ് കണങ്ങ് തുറന്നു. എന്തോ അതെ, എനിക്കൊരു കൊല്ലിയാമിന്നത് പോലെ ഉണ്ടായി, എനിക്കൊരു സൗഖ്യം ഉണ്ടായി. എന്തോ അത് 6 മാസമായി എൻ്റെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയതുകൊണ്ടോ ബെൽറ്റ് ഇട്ടിരിക്കുക, എന്തോ ഒരു സംഭവിച്ചെനിക്ക് വിടുതലായി. ഞാൻ പറഞ്ഞു ബെൽറ്റ് അഴിക്കാൻ പറഞ്ഞു. അച്ചായൻ തങ്കച്ചായൻ ബെൽറ്റ് അഴിച്ചു. അമ്മാളുടെ ബെൽറ്റ് അഴിച്ച് നമ്മൾ കഴുത്തെ പിടിച്ച് ഞെക്കാൻ പറഞ്ഞു. തങ്കച്ചൻ ഞെക്കിയിട്ട് ഒരിക്കൊന്നുമില്ല എന്നെ സൗഖ്യം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ സഭയോ കൊണ്ട് വരാവോ? അയ്യോ വരാവേ. അമ്മാളും തങ്കച്ചനും 3 പിള്ളേരോട് വന്നു. അന്ന് രാത്രി കാത്തിരിപ്പ് യോഗത്തിൽ ഒരു ദേവദാസനെ ഞങ്ങൾ വിളിച്ചിരുന്നു. അതേ കുടുംബത്തെ വിവേചിച്ച് പൊട്ടിക്കരഞ്ഞു. ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെട്ടു. 5 വർഷം കായംകുളത്ത് പാർത്തു. ഒരു സുവിശേഷകൻ പുറത്തു വന്നു. അവൻ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുറിച്ചിയിൽ പോയി താമസിച്ചു. ന്യൂ ഇന്ത്യ ചർച്ചിന് ഒരു സഭയുണ്ടായി. ഇന്ന് തിരുവല്ല ചർച്ചക്കോട് ടൗണിൽ അവർ കൂടുന്നു. അമ്മാൾ തങ്കച്ചൻ മക്കളെല്ലാം വിശ്വാസത്തിൽ വന്നു. വല്ലോ മനസ്സിലായോ? പ്രേരണ പലവട്ടം 2020 അത് ഇത് എന്നൊക്കെ ദൈവം പറഞ്ഞെന്ന് ചെയ്തോ? 2020 വാറ്റത്തം കാണാനിരിക്കുക. വാറ്റത്തം പ്രാപിക്കോ. ഇപ്പോഴേ മെസ്സേജ് വന്നു തുടങ്ങി ഓരോരുത്തരുടെ. അതുകൊണ്ട് മെസ്സേജ് അയക്കാറി ഞാനും അയക്കാം. കൈ തൊട്ടാ മെസ്സേജ്, മാലപ്പടക്കം പൊട്ടുന്നു, സ്റ്റാർ വിരിയുന്നു, പൂ വിരിയുന്നു. 2021. ഹലോ എന്റെ പൊന്നെ പെങ്ങളെ, ഇതൊന്ന് പുതിയത്. ഇത് കേട്ട മാത്രമല്ല, ചില നിവർത്തിക്കപ്പെടണം. ഉടയതമ്പുരാൻ 2020 ഒത്തിരി കാര്യം പറഞ്ഞില്ലേ? വല്ലതും ചെയ്തോ? പിന്നെ നമ്മുടെ കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ കാര്യം അല്ലേ? ഇതിൻ്റെ ഇടയിലൊക്കെ ഓടിക്കുന്ന അധ്വാനിക്കുന്ന കർത്താവിന് വേണ്ടി ചില കാര്യം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചില പ്രതിഫലം വേണ്ടേ? ആമേൻ. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. ഒരാളോടെങ്കിലും സുവിശേഷം പറയാം. ആ സാക്ഷ്യം മതിയല്ലോ, ആ അനുഭവം കൂടെ തുടങ്ങിയാൽ മതിയല്ലോ. അങ്ങോട്ടും പിന്നെ ഉടനെ ആവരണം ഊര് മാല ഊരൊന്നും പെട്ടെന്ന് പറയരുത്. ആദ്യം ഉപദേശം കൊണ്ട് കൊല്ലരുത്. ശാന്തമായി പതുക്കെ എല്ലാം പറഞ്ഞ് അവർ ആദ്യം വരട്ടെന്നേ, നമ്മുടെ യോഗം കാണട്ടെന്നേ. ഒന്നാമത് നമ്മളെ ഇഷ്ടമല്ല അവർക്ക്. മനസ്സിലായി? നമ്മുടെ സ്വഭാവത്തിലൂടെ യേശുവിനെ വെളിപ്പെടുത്തട്ടെ. അവർ വേർപാടിലേക്ക് വന്നോളും, കാര്യം ക്രമീകരിക്കും. ആരും നമ്മുടെ യോഗത്തിലൊന്ന് വിളിക്ക, ഒരു മെസ്സേജ് അയച്ചു കൊടുക്ക. വല്ലപ്പോഴും ഹലോ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറ. ഓടിക്കൊണ്ടെന്ന് പ്രാർത്ഥിക്ക്. അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ചില തീരുമാനമെടുക്കണം. ഈ വർഷത്തിന്റെ അവസാനം വന്നിരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകണം. എല്ലാ ദൂതുപോലെ ആകരുത്. ഈ കണ്ണശോകം ചെയ്ത് വെളിപ്പാടിൽ പറയുകയാണ്, അവർ മാറ്റത്തിന് തയ്യാറാകണം. ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട വർഷമാണ് 2021. എന്താ നോക്കിയേ? ഇംഗ്ലീഷിൽ കുറവില്ല, ഭാഷകൾ കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല. അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള ദൈവം തന്നു, ഇനിയും തരും. മനസ്സിലായോ? ദൈവം കഴിവ്, മിടുക്ക്, ഭാഷ ഇതെല്ലാം ദൈവരാജ്യത്തിന് വിശ്വസിക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, വേറെ ദൂത് വെളിപ്പെടുക, വിഷമം ഉണ്ടാവും. അനുവദിക്കപ്പെട്ട സമയങ്ങളുണ്ടല്ലോ, പരിശോധിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തിന് വേണ്ടെങ്കിൽ ദൈവം കറക്കി കളയുമെന്ന് ബാബേൽ ഗോപ ഭാഷയെ കറക്കിയത് പോലെ. 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാണ് ദൈവം പറയുന്നത്. 1ാം സ്ഥാനം. മുള്ളുപോലെ നിൽക്കുന്ന വിഷയങ്ങൾക്ക് ഈ പാസ്റ്റ് ടിമ്പറിൽ മാറ്റം വരുന്നു. നിവാസപ്രാർത്ഥന ഒരു മുള്ളൂടെ പറയാം. ഗലാത്യ ലേഖനം 5:18 പോലെ നമ്മുടെ മുള്ള ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവർഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ പറയാം. നമ്മുടെ മുള്ളു പറയുക. ഈ പാസ്റ്റിംഗ് പറയും, ഈ മുള്ളു കത്തണ്ടേ? എന്നിൽ പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ 1ാമത്തെ കളന.
കാരണം എന്റെ ആത്മാവ് മാത്രമേ വീണ്ടെടുത്തുള്ളൂ, ഈ ബോഡി വീണ്ടെടുത്തിട്ടില്ല. എന്തിനാണ് പരിശുദ്ധാത്മാവിൽ കപ്പേണ്ടത്? നമ്മുടെ ജഡത്തിന്റെ അശുദ്ധികളെല്ലാം ചാരമാകുവാൻ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. വിവാസ പ്രാർത്ഥനയിൽ അവസാന മണിക്കൂർ വിവാസത്തിൽ നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ചില മുള്ളുകളുണ്ട് പ്രിയരെ. നമുക്ക് പ്രതികൂലമായ മുള്ളുകളൊക്കെ ദൈവം കത്തിക്കും. പക്ഷെ നമ്മിലുള്ള മുള്ളു കത്തണോ? ജഡത്തിന്റെ ആത്മാവ് മാത്രമേ വീണ്ടെടുത്തുള്ളൂ, ബോഡി വീണ്ടെടുത്തിട്ടില്ല. ഈ ബോഡിക്ക് ചില സ്വഭാവങ്ങളുണ്ട്. ദുർനടപ്പ്, വചനവിരുദ്ധമായ നടപ്പ്. നിങ്ങളെല്ലാം ആത്മീയരാ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആരും പിന്മാറ്റക്കാരല്ല. എങ്കിലും ഇത് വിവേചിക്കപ്പെടുകയാണ് ദൂത്. വചനവിരുദ്ധമായ നടപ്പ് പാപമാണ്. ദൈവമല്ലാത്ത ചിന്തകൾ, നിരൂപണങ്ങൾ, ആശയങ്ങൾ പാപമാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങത്തില്ല. ദുർനടപ്പുകാരനെ വ്യഭിചാരിയതയും ന്യായം വിധിക്കും. അശുദ്ധി വാടിയെടുപ്പിക്കുന്ന ഏതൊരു കാര്യമാണോ അത് ഓടി മാറിക്കോണം. യോസഫ് ഓടി മാറി. ദുഷ്കാമം അത് ഉപവാസത്താലും പ്രാർത്ഥനയിലും മരിപ്പിക്കാം. ഒരു നല്ല വിശ്വാസി ആഴ്ച 2 ദിവസം ഉപവസിക്കണം. പിന്നെ കാനഡയിലായതുകൊണ്ട് 1 ദിവസം ഉപവസിക്കണം, തിരക്കായതുകൊണ്ട്. ഭൗതിക ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല ഉപവസിക്കേണ്ടത്, ഒരു ആത്മീയ ഉന്നതിക്ക് വേണ്ടി. വിഗ്രഹാരാധന അത് നമുക്കില്ലല്ലോ, വിഗ്രഹാരാധന നമുക്കില്ല. അടുത്തത് ആഭിചാരം, മന്ത്രവാദവും ഇല്ല നമുക്ക്. രണ്ടും നമുക്കുണ്ട്. യേശുവിനേക്കാൾ അധികം എന്തിനെ സ്നേഹിക്കുന്ന പാവമാണ്. യേശുവിനേക്കാൾ എന്തും, തലമുറയാകട്ടെ, ഭവനമാകട്ടെ, വാഹനമാകട്ടെ, മൊബൈലാകട്ടെ, യേശു ക്രിസ്തുവിനേക്കാൾ അത് എന്തുണ്ടോ അത് വിഗ്രഹമാണ്. ഞാനൊരു ശുശ്രൂഷയ്ക്ക് വന്നു, ഒരു ശുശ്രൂഷ അവസരം കിട്ടി. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദ്രവ്യാഗ്രഹം പറഞ്ഞ് ആമ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ആമ വല്ലവരുടെയും പോക്കറ്റിരിക്കുന്ന പൈസ അടിക്കുന്ന മാർഗമല്ല ഇത്. വിളിച്ച ദൈവവിശ്വാസം ദൈവം നടത്തിക്കോളൂ. മനസ്സിലായോ? അത്യാഗ്രഹവും വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹവും വിഗ്രഹാരാധന, ദശാംശവും ഓപ്പരാജ്യം കൊടുക്കാതിരിക്കുന്ന വിഗ്രഹാരാധന, അത് വേറെ കാര്യം. വിഗ്രഹാരാധന, ആഭിചാരം. ഞാനും ജോഷുവ പാഷ തമ്മിൽ പിണങ്ങിയിരിക്കുക. ഞങ്ങൾ മത്സരമാണ്. അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ പിണങ്ങിയിരിക്കുക. ഇവിടുത്തെ ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ടായി. ഒരു ദേവദാസനെ വിളിച്ചു വരുത്തിട്ട് അഴിയട്ടെ പൊട്ടട്ടങ്ങനെ മുറുകട്ടെ പൊട്ടട്ടങ്ങെന്ന് പറഞ്ഞാൽ പോരാട്ടം ഒന്നും അഴിയത്തില്ല. രണ്ടുപേരും തമ്മിൽ ക്ഷമ പറഞ്ഞ് നിരപ്പായാലും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു കുടുംബമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ കൊണ്ട് തീർന്നോണം. ക്ഷമ പറയാതെ വെളിയിൽ പോകരുത്. ആന്റെ അവസാനം കർത്തൃമേശ നടത്തുമ്പോൾ എല്ലാം കൂടെ കണ്ണിലൊപ്പിച്ച് ക്ഷമ പറയല്ല, ശുദ്ധീകരണം പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ ദൈവികതവല്ലാത്തെല്ലാം പൊട്ടട്ടെ. സ്തോത്രം. ഈ റാഗേല് ലാബാന്റെ ഗൃഹമ്പം പൊട്ടിച്ച് നിർത്താൻ പോവാ. സംഭവിച്ച വഴി വെച്ച് പട്ടുപോയി. ഈ സിയോൺ യാത്രയിൽ നമ്മൾ അപകടമൊന്നും വരാതിരിക്കട്ടെ. കർത്താവ് നമ്മെ സൂക്ഷിക്കും. അഭിചാരം എന്താ? അടുത്തതാണ് പക. പുറമേ ചിരിക്കുന്നെങ്കിൽ ഉള്ളി വെക്കുന്ന ആ പക. നല്ല ചിരിയൊക്കെ ചിരിക്കും, പക്ഷെ ഹൃദയത്തിൽ വെച്ച് പെരുമാറുന്ന പക. അടുത്തതാണ് പിണക്കം. നമുക്ക് ആർക്കും കണ്ട അയ്യോ നിസ്സാര കാര്യം മതി പിണങ്ങളെ. പിന്നെ സഹായത്തിന് വരാതിരിക്കും. ഒരു ദൂതം കൊണ്ട് മാറി വന്നാൽ പിന്നെ ഞങ്ങളെ പാർശ്വ കുത്തി എന്ന് പറയും. എന്റെ ദൈവമേ, കരക്കൂടെ വയ്യ, വെള്ളത്തിലൂടെ വയ്യ. മൂക്കേ കയറും, ചെറിയ കാര്യം പിണങ്ങളെ. അടുത്ത വായിച്ചു. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാ. ആരെ കുറിച്ച് അനാവശ്യമായി സംശയിക്കരുത്. അടുത്ത വായിച്ചാണ് ക്രോധം. മൂക്കിന് മുമ്പത്തിരിക്കുക ക്രോധം. കോപത്തേക്കാൾ കൂടിയ സാധനം. പണ്ട് പത്തനാപുരത്ത് ഞങ്ങള് ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പോയി, ഒരു ഫാമിലി പ്രശ്നം പരിഹരിക്കാൻ പോയി. എന്റെ ഭാര്യ ഇടയ്ക്ക് എപ്പോഴും സമയം കാണിക്കുന്നുണ്ട്. അച്ഛാ നിങ്ങൾക്ക് 5 മിനിറ്റ് ഉള്ളത്. അവരിരിക്കുന്നത് തയ്യാറാ, നമ്മൾ പറയാൻ തയ്യാറാ. അതുപോലെ ഈ കുടുംബ പ്രശ്നം പരിഹരിച്ചു.
പരിഹരിച്ചു കഴിഞ്ഞു. അച്ഛൻ അമ്മയുടെ കൈ കൊടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ഈ അമ്മാമ്മ പറയുക, ആന്റി പറയുക, ഞങ്ങളുടെ അച്ചായൻ അലൂമിനിയം പാത്രം പോലാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ആന്റി സ്റ്റീൽ പാത്രമാണ്. അലൂമിനിയം പാത്രമാണെങ്കിൽ പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും, തണുക്കുകയും ചെയ്യും. സ്റ്റീൽ പാത്രമാണെങ്കിൽ നിന്ന് തിളയ്ക്കും. ഹലോ, ഉപവാസപ്രാർത്ഥനയെ ഓർത്തോണം. ഏതെല്ലാം മേഖലകളിൽ ശുദ്ധീകരണം ഈ വർഷത്തിന്റെ അവസാനം വന്നിരിക്കുമ്പോൾ ശുദ്ധീകരണം ജഡമോഹങ്ങളെ മരിപ്പിക്കണം. അടുത്ത വായിച്ചാട്ടെ. അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും. ഏത് വർഷത്താന്ന് ഉടയനും അതുപോലെ അറിയാമോ? ഭിന്നത. രണ്ടുപേരും തമ്മിൽ ഐക്യത ചെയ്തിരിക്കുമ്പോൾ ബ്രഹ്മാഷി നുണ പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്ന ഭിന്നത. അടുത്തത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം മരുന്നുണ്ട്. ആർക്കെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം. എനിക്ക് വലിയ അസൂയ. എന്റെ കാര്യം പറയാം. എനിക്ക് ഭയങ്കര അസൂയുള്ള ആൾ. ഈ സമയം മുന്നോട്ട് പോകുന്നത് ഭയങ്കര അസൂയയാണ്. ഞങ്ങൾ 91 ഒരു വാസപാത ഇരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം സൈക്കിളാ. ഞങ്ങളുടെ സഭയിൽ ഒരു കുഞ്ഞുവച്ചാനുണ്ട്. അതേ ബിസിനസ്സുകാരനാണ്. അത് ആദ്യമായൊരു ചേതക്ക്, ബജാജിന്റെ ചേതക്ക് കൊണ്ടുവന്നു, ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. 6 മാസം ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഞാൻ സൺഡേ രാവിലെ കൊണ്ടുവന്നിരിക്കുക. അച്ഛൻ പുതിയ വസ്ത്രം കഴിഞ്ഞ് വലിയ മിടുക്കനെ വന്നു. ഈ ചേതക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിപ്രാളം. എനിക്ക് സ്വോത്രം വരുന്നില്ല, അസ്വസ്ഥത. എനിക്ക് വായിക്കൂടെ, എന്റെ മൂക്കിക്കൂടെ വെള്ളം, എന്റെ കണ്ണിൽ കൂടെ വെള്ളം. എനിക്ക് അസ്വസ്ഥത. അച്ഛന്റെ ചേതക്ക് ആരാധിക്കാതിരിക്കുമ്പോ എനിക്ക് ചേതക്ക്. അയ്യോ, എനിക്ക് സൈക്കിള്, അച്ഛന് ചേതക്ക്. എനിക്ക് സ്വോത്രം വരുന്നില്ല, എനിക്ക് വലിയ വിപ്രാളം. അയ്യോ, അച്ഛൻ കുഞ്ഞുവച്ചായൻ ഭയങ്കര സന്തോഷവും ആരാധനയൊക്കെ. ഞാൻ വീട്ടിൽ പോരുന്ന ഉപവാസപ്രാർത്ഥനയാ 14-ാം ദിവസം. വൈകിട്ട് ഞാൻ തന്നെ ഒരു പ്രവാചകനെ വിളിച്ചതാ മുണ്ടക്കയത്തുള്ളൂ. വൈകിട്ട് യോഗത്തിൽ ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ ഇതേ കൊണ്ട് തലയെ കൈവച്ച് പറഞ്ഞു, നീ അസൂയക്കാരനാ. ഭയങ്കര ആരാധനയുള്ളതുകൊണ്ട് ആരും കണ്ടില്ല. ഞാൻ നല്ല ഉണ്ണിയായിട്ട് ജീവിക്കുക. 2-ാം പ്രാവശ്യം ദൂത് പറഞ്ഞു വന്ന് എന്റെ തലയെ കൈവച്ച് പറഞ്ഞു, നീ അസൂയക്കാരനാ. എന്റെ ദൈവം, എല്ലാരും കണ്ടു. ഞാൻ ചാടിയും കഴിഞ്ഞിട്ടു. പ്രവാചകൻ അടിക്കാനല്ല, ഉള്ള സത്യം പറഞ്ഞു. അങ്ങനെ വല്ലതും ദൂത് വല്ലതും വെളിപ്പെട്ട എന്തായിരിക്കും ഇന്നത്തെ സഭയിൽ? പരസ്യമായിട്ട് ആക്ഷേപം. ഞാൻ എഴുതിട്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞു. എനിക്ക് എന്റെ കാര്യം പറഞ്ഞു, എഴുതിട്ട് പറഞ്ഞു. ആ ദിവദാസം പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെടും. എന്റെ തലയിൽ കഴിച്ചു. അന്ന് രാത്രി ആ ബന്ധനം അഴിഞ്ഞതാ. നന്മ ഉണ്ടാകുമ്പോൾ ആ കണ്ണുകടി എന്ന അസൂയ. അവര് കടന്നുപോയ മേഖലകളും കഷ്ടതയും വേദനയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു നന്മ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. മനസ്സിലായോ? ഏതെല്ലാം മേഖലയുടെ കടന്നുപോയ ആളുകളായിരിക്കും ക്രിസ്ത്യ ജീവിതത്തിലുള്ളത്. അവർ കഴിഞ്ഞതും ഭാരത്തും അല്ലെങ്കിൽ പിതാക്കന്മാർ കഷ്ടപ്പെടുകയൊക്കെയാണ്. എന്നാൽ തലമുറ അല്ലെങ്കിൽ ദൈവത്തിനായി സ്വപ്നം പറയുകയാണ്. അടുത്ത വായിച്ചാട്ടെ. മദ്യപാനം അത് നമുക്കില്ലാത്തതിനായി സ്വപ്നം. മദ്യപാനം മലബാറിലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാത്തിരിപ്പ് വന്നു. സഹായത്തോടെ നിൽക്കേണ്ടി വന്നു. എന്റെ സ്നേഹിതനാ പാസ്റ്റർ കർത്തവ്യ സമയത്ത് എന്നോട് പറഞ്ഞു, ദൈവദാസനെ അപ്പം സഹോദരന്മാർക്ക് കൊടുക്കാവോ? ഞാൻ പറഞ്ഞു, കൊടുക്കാം. അന്നത്തെ കാലത്ത് ഈ കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പല്ലേ ഈ വലിയ കപ്പലാ വീഞ്ഞ്. അപ്പോ അപ്പം മാന്യമായിട്ട് സഹോദരന്മാരെല്ലാം കഴിച്ചു. അടുത്ത് വീഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വീഞ്ഞ് 5-ാമതൊരു സഹോദരൻ കൊടുത്തു. ഈ വീഞ്ഞ അദ്ദേഹം ആ മുഴുവൻ കുടിച്ചു. അയ്യോ, ഞാൻ ഓടി പാർശ്വത്തിൽ ചായ വീഞ്ഞു പോയി, താഴെ പോയി. ഞാൻ താഴെ പോയില്ല, അച്ഛനെ വിശ്വാസം കുടിച്ചു. അതേ ഒരു മിടുമിടുക്കം പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇതിലെ സഹോദരിമാരുടെ വീഞ്ഞ് കുറച്ചൊഴിച്ചിട്ട് പതുക്കെ ഉറക്കെ പറയാൻ പറ്റുമോ? പതുക്കെ ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. പച്ചവെള്ളം ഒഴിച്ചു. പിന്നെ എല്ലാവരുടെയും ഞാൻ കൊടുത്തോളണം. ആരെയും കൊടുത്തില്ല, എല്ലാവരെയും കൊടുപ്പിച്ചു. അറിയാൻ കുടിച്ചത് പഴയ ഓർമ്മയ്ക്കായി, നമ്മൾ കുടിക്കേണ്ട കർത്താവിന്റെ ഓർമ്മയ്ക്കായി. അല്ല, മനസ്സിലായോ? ഇപ്പൊ പിന്നെ ചെറിയ കപ്പിലായതുകൊണ്ട് ജോഷാ പാസ്റ്റെല്ലാം ഇച്ചിരിച്ചേ നേരത്തോളൂ. പോട്ടെ. ഞാൻ പറഞ്ഞത് കർത്തവ്യം നടക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ. മദ്യപാനം പാപമാണ്. അവസരം കിട്ടുമ്പോൾ ഒക്കെ പാപം ചെയ്യുന്ന പല ആളുകളുണ്ട് പലയിടത്തും. വിശുദ്ധിക്ക് വേണ്ടി നിന്നോണം. വെറിക്കൂത്ത്, ആവശ്യമില്ലാത്ത ഒരു ആഡംബര മോഹിയെ പോലെ ദൈവമില്ലാത്ത വഴികളിൽ പോകരുത്. വേർപാടും വിശുദ്ധി സൂക്ഷിക്കണം. സൂമിലാണ്ട് നമ്മൾ കിലോമീറ്റർ അപ്പുറം ഇരിക്കുന്നത്, ഇങ്ങോട്ട് കൈ എത്തത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങ് പറയുന്നു. നിങ്ങളെല്ലാം നല്ല ആളുകളാ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അവസരം കിട്ടുമ്പോ പാപം ചെയ്യരുത്. ഒരു ശുദ്ധീകരണം. ഈ സ്വർഗീയാജ്ഞ കത്തിയാൽ സകല അശുദ്ധി എരിഞ്ഞു മാറും. കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാം.
എല്ലാവരും പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. ചുരുക്കം പേരേ ഉള്ളല്ലോ ചുരുക്കം പേരേ ഉള്ളൂ. അവൻ സ്പീക്കർ ഓണായി, കുഴപ്പമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കാം. ഓ, ഈ വർഷത്തിന്റെ അവസാനം വന്നിരിക്കുന്നു. ഈ അശുദ്ധിയെല്ലാം ഒന്ന് ചാരമാകുവാൻ, അശുദ്ധിയെല്ലാം ഒന്ന് ചാരമാകുവാൻ, അശുദ്ധിയെല്ലാം ഒന്ന് ചാരമാകുവാൻ, അശുദ്ധിയെല്ലാം ഒന്ന് ചാരമാകുവാൻ. സൗകര്യ പാട് എനിക്കുള്ള സകലത്തെയും അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക ഭൂതലത്തീരന്ധകാരം നീക്കാൻ സ്വർഗീയ രാജാവേ കത്തിച്ചോരേ, ഭൂതലത്തീരന്ധകാരം നീക്കാമഗ്നി കത്തിച്ചോരേ, അല്പനേരം കരമടിച്ച് പ്രാർത്ഥിച്ചാട്ടെ.
തലമുറ പ്രകാശിക്കട്ടെ. 2021 പ്രകാശമായി തീരട്ടെ. യേശു നാമത്തിൽ എല്ലാ മുള്ളു എരിഞ്ഞ് പോകട്ടെ. തലമുറകൾ നിൽക്കുന്ന മുള്ളുകൾ എരിഞ്ഞു മാറട്ടെ, എരിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിലെ നിവാസന്മാരെ പേര് വരാൻ കേൾപ്പിക്കുന്ന ഭക്തന്മാരെ സഹായിക്കണം, ബലപ്പെടുന്നു, കൃപ പൊതിയണമേ. ക്രിസ്തു യേശു നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കട്ടെ. സമയം പാസ്റ്ററോട് സഭയോട് കുടുംബം നന്ദി പറയുന്നു. അഡ്വാൻസായി ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും.